السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിന് സാക്ഷികളായി രണ്ട് സൃഷ്ടികളെയാണ് അല്ലാഹു തിരഞ്ഞെടുത്തത്. ഒന്ന് ജിന്നുകളെയും മറ്റൊന്ന് മനുഷ്യരെയും. പക്ഷെ ജിന്നുകൾക്ക് ചരിത്രത്തിൽ സാക്ഷിയാകാൻ കഴിഞ്ഞില്ല. അവർ പൂർണ്ണമായും നിയമം ലംഘിക്കുകയും അല്ലാഹു എന്തൊരു ഉദ്ദേശത്തിനാണോ അവരെ ഭൂമിയിൽ നിശ്ചയിച്ചത് ആ ഉദ്ദേശം അവർ പൂർത്തിയാകാതിരിക്കുകയും മറിച്ച് അവർ അവരുടെ സ്വന്തം താല്പര്യവും ഇഷ്ടവും അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അവരെ അല്ലാഹു ചരിത്രത്തിൽ നിന്ന് നീക്കം ചെയ്തു കളഞ്ഞു. അഥവാ മലക്കുകളെ ഉപയോഗിച്ച് അല്ലാഹു തആല അവരെ നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ എന്തിനാണ് അവരെ ബാക്കിയാക്കിയത്? അത് അല്ലാഹുവിൻ്റെ നിയോഗമാണ്. ലലാലത്തിൻ്റെ പ്രബോധനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സജീവമാക്കാൻ ഉദ്ദേശിച്ചു. അപ്പോഴേ മനുഷ്യചരിത്രം പൂർത്തിയാകുകയുള്ളൂ. മനുഷ്യാസ്തിത്വത്തിൻ്റെ വില, അതിൻ്റെ ദറജ ബോധ്യമാകണമെങ്കിൽ വിഷയങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കണം, അവരെ പ്രവർത്തന സജ്ജമാക്കണം. ഇതര സൃഷ്ടികളെ അപേക്ഷിച്ച് മനുഷ്യരുടെ കാര്യത്തിൽ അള്ളാഹു സ്വീകരിച്ച രീതി അതാണ്.
ഇതര സൃഷ്ടിജാലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ അനുസരണത്തെ അല്ലാഹു ലയിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് വെളിയിൽ നിന്ന് അനുസരണം പഠിപ്പിക്കാൻ ഒരാളോ അല്ലെങ്കിൽ ഒരു വേദഗ്രന്ഥമോ അല്ലെങ്കിൽ ഒരു പ്രവാചകനോ ഇതൊന്നും മനുഷ്യരല്ലാത്ത മറ്റ് സൃഷ്ടിജാലങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല. ജനിച്ച് വീഴുമ്പോൾ തന്നെ അനുസരിക്കാൻ പാകത്തിലാണ് അല്ലാഹു തആല അവരെ സൃഷ്ടിക്കുന്നത്. അവർ നശിച്ചില്ലാതാകുന്നത് വരെയും അനുസരണക്കേട് അവരെ ഭാഗത്തുനിന്ന് സംഭവിക്കുകയേ ഇല്ല. ഏകപക്ഷീയമായി അനുസരണം മാത്രം. മലക്കുകളുടെ കാര്യം എടുക്കി. അല്ലാഹു തആല പറഞ്ഞത് എന്താണ് മലക്കുകളെ സംബന്ധിച്ച്? ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹുവിൻ്റെ കൽപ്പനക്ക് ഒരണുമണി തൂക്കം എതിര് കാണിക്കുകയില്ല അവർ. എന്താണോ കൽപ്പിക്കുന്നത് അത് പ്രവർത്തിക്കുന്നവരാണ് അവർ. ബാക്കിയുള്ള സൃഷ്ടികളുടെ കാര്യത്തിൽ മൊത്തത്തിൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹ വഇലൈഹി യുർജഊൻ. അല്ലാഹു തആലക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും. തൗഅൻ, ചില സൃഷ്ടികൾ അനുസരണ ബുദ്ധിയ ഏകപക്ഷീയമായി അല്ലാഹുവിന് കീഴ്പ്പെടുന്നവരാണ്. വകർഹൻ, ചില സൃഷ്ടികൾ നിർബന്ധ ബുദ്ധിയാൽ അനുസരിക്കുന്നവരാണ്. അല്ലാഹ് അനുസരിപ്പിക്കുകയാണ്. ഏതായാലും ശരി, 100% അനുസരണത്തിലാണ് അവകൾ മുഴുവനും. വേറൊരു ആയത്തിൽ അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തുന്ന എന്താണ്? അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വന്നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറുൻ മിനന്നാസ് വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ് വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. ക്ലിയറായി. ഇതര സൃഷ്ടിജാലങ്ങളെ സംബന്ധിച്ചുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന രീതി അവൻ പ്രസ്താവിച്ചു കഴിഞ്ഞു. മുഹമ്മദ് മുസ്തഫ തങ്ങളോടാണ് അഭിസംബോധനം. ഓ നബിയെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എന്തേ മനസ്സിലാക്കാത്തത്? അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല, യസ്ജുദു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് സുജൂദ്? അല്ലാഹുവിനെ അംഗീകരിച്ചു എന്ന് തഹ്ഖീഖ് ചെയ്യാനുള്ള ക്രിയാത്മക അല്ലെങ്കിൽ അനുഷ്ഠാന മുറകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സുജൂദ്. അത് തൗഹീദ് തഹ്ഖീഖ് ചെയ്യുമ്പോൾ അഅമാലുകളെ കൊണ്ട് തഹ്ഖീഖ് ചെയ്യുക എന്ന കാര്യം ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളൊക്കെയാണത്. അതിലേക്ക് ഇപ്പം കിടന്നാൽ ശരിയാകുകയില്ല. ഒരു കാര്യം തീർച്ചയാണ്, അള്ളാഹുവിനെ അനുസരിച്ച് അംഗീകരിക്കുന്ന ഒരു സൃഷ്ടി ആ അനുസരണവും അംഗീകാരവും യാഥാർത്ഥ്യമാക്കാൻ, തഹ്ഖീഖ് ചെയ്യാൻ അഅമാലുകൾ അനിവാര്യമാണ്. അനുഷ്ഠാനങ്ങളിലൂടെ മാത്രമേ തൗഹീദ് തഹ്ഖീഖ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ മനസ്സിലുണ്ട്, മനസ്സിൽ ഞാൻ അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലൊന്നും തൗഹീദാവില്ല, ഈമാനാവില്ല. ഈമാൻ 3 കാര്യങ്ങളാണ്. അൽ ഈമാൻ അത്തസ്ദീഖു ബിൽ ഖൽബ് വൽ ഇഖ്റാറു ബിൽ ലിസാൻ വൽ അമലു ബിൽ ജവാരിഹ്. ഇതാണ് ഈമാൻ. നമ്മളിപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് ഈമാൻ? മൽ ഈമാൻ, എന്താണപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഈമാൻ എന്നൊരാൾ ചോദിച്ചോ, ഒരു മുസ്ലിമിനോടോ അല്ലെങ്കിൽ മുസ്ലിമിനോടോ ചോദിച്ചു വെച്ചോളി. എന്താണ് അതിൻ്റെ ഒറ്റവാക്കുള്ള മറുപടി? ഈമാൻ 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ സമ്മേളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയത്തിൻ്റെ പേരാണ് ഈമാൻ. അതിലേതെങ്കിലും ഒന്ന് മാത്രമായാൽ അതിന് ഈമാൻ എന്ന് പറയില്ല. ഏതെങ്കിലും 2 ഉണ്ട്, ഒന്ന് മാത്രം ഒഴിഞ്ഞ് എന്തായാലും ഈമാൻ എന്ന് പറയില്ല. ആ 3 കാര്യങ്ങളും അനിവാര്യമാണ് ഈമാനാകാൻ. എന്താണത്? അത്തസ്ദീഖു ബിൽ ഖൽബ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണോ, അള്ളാന്റെ പ്രവാചകന്മാര് പറഞ്ഞത് എന്താണോ, അതപ്പടി ഹൃദയത്തിൽ സത്യമാക്കുക, തസ്ദീഖ് ചെയ്യുക. അത്തസ്ദീഖു ബിൽ ഖൽബ്, കൽബിൽ സത്യമാക്കുക.
100% അത് സിദ്ഖാണ്. എങ്ങനെയുള്ള സിദ്ഖ്? ഒരു കാരണവശാലും കദിബ്, റൈബ്, ലന്ന്, വഹ്മ് എന്നിത്യാദി കാര്യങ്ങൾക്കൊന്നും ഒരു തരത്തിലും വക കൊടുക്കാത്ത രീതിയിലുള്ള സിദ്ഖ്. കദിബ് എന്ന് പറഞ്ഞാൽ കളവ്, സിദ്ഖിന്റെ നേരെ ഓപ്പോസിറ്റ്. പിന്നെ റൈബാണ് സംശയം, സംശയത്തോടുള്ള തസ്ദീഖ്, സഹിയാകുകയില്ല ഈമാൻ. പിന്നെ ലന്ന് ഭാവന, ഊഹം, ഊഹത്തോടുകൂടിയുള്ള തസ്ദീഖ്, ഈമാൻ സഹിയാകുകയില്ല. പിന്നെ വഹ്മ് ധാരണ, എന്തെങ്കിലും ഒരു ചെറിയ ധാരണ വെച്ചുകൊണ്ടുള്ള തസ്ദീഖ്, അതും ശരിയാകുകയില്ല. അപ്പോൾ തസ്ദീഖിന് നേരെ എതിരായിട്ട് ഒഴിവാകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കദിബ്, ലന്ന്, റൈബ്, ലന്ന്, വഹ്മ്, ഇതൊന്നും ഇല്ലാത്ത തസ്ദീഖ്, സഹബാക്കളെ തസ്ദീഖ്, അംബിയാ മുർസലീങ്ങളെ തസ്ദീഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ സഹോദരൻ്റെ വയറ് ബുദ്ധിമുട്ടിക്കുന്നു, വയറ് ഇളകുന്നു, വയറ് വേദനിക്കുന്നു, എനിക്ക് വയറിൽ വല്ലാതെ ബുദ്ധിമുട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഖിഹി അസല, നിന്റെ സഹോദരന് നീ തേൻ കുടിപ്പിക്കുക എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. അദ്ദേഹം പോയി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ നല്ല പ്യൂറ് തേൻ കൊണ്ടുവന്ന് സഹോദരനെ കൊണ്ട് കുടിപ്പിച്ചു. ഒരു വിധത്തിലും രോഗം മാറുന്നില്ല, കൂടുക ചെയ്യുന്നത്. വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ സഹോദരൻ്റെ രോഗം കൂടുകയാണ് ചെയ്തത്. ഒരു ശങ്കയുമില്ലാതെ അഷ്റഫുൽഖൽക്ക് വീണ്ടും പറഞ്ഞു, ഇസ്ഖിഹി അസല, നിന്റെ സഹോദരനെ നീ തേൻ കുടിപ്പിക്കുക. അദ്ദേഹം രണ്ടാം തവണയും പോയി തേൻ കുടിപ്പിച്ചു. സൂക്കേട് കൂടിയതേ ഉള്ളൂ, കുറഞ്ഞില്ല. മൂന്നാം തവണയും വന്ന അവലാതി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരു രക്ഷയുമില്ല, കൂടുതലാണ്, ബുദ്ധിമുട്ടുകയാണ്. ഇസ്ഖിഹി അസല, നീ നിന്റെ സഹോദരന് തേൻ കുടിപ്പിക്കൂ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. നാലാമത്തെ പ്രാവശ്യവും അദ്ദേഹം, മൂന്നാമത്തെ പ്രാവശ്യവും തേൻ കുടിപ്പിച്ചു. നാലാമത്തെ പ്രാവശ്യവും വന്നിട്ട് പറഞ്ഞു, ഒരു രക്ഷയില്ല നബിയെ. അഷ്റഫുൽ ഹക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ഇല്ല, സംശയപ്രകടനവുമില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യുന്ന വെച്ച് നമ്മൾ ചെയ്യുന്നില്ല, അതുമില്ല. അപ്പോഴും അഷ്റഫുൽ ഹൽക്ക് പറഞ്ഞു, ഇസ്ഖിഹി അസല, നിന്റെ സഹോദരനെ നീ തേൻ കുടിപ്പിക്കുക. എന്നിട്ട് റസൂൽ ഞങ്ങൾ പറഞ്ഞു, അള്ളാഹു പറയുന്ന വാക്ക് സത്യമാണ്, നിന്റെ സഹോദരന്റെ വയറ് കളവ് പറയുകയാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. നാലാമത്തെ പ്രാവശ്യവും തേൻ കുടിപ്പിച്ചു. അള്ളാഹു രോഗം ശിഫയാക്കി. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, സുഖമായി, റാഹത്താണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അള്ളാഹു പറയുന്ന വാക്ക് സിദ്ഖാണ്, നിന്റെ സഹോദരന്റെ വയറ് കളവ് പറഞ്ഞതാണ്. ഇവിടെ അഷ്റഫുൽ ഖൽക്കിനെ സംബന്ധിച്ചിടത്തോളം തേനിൽ ശിഫ ഉണ്ട് എന്ന അള്ളാഹുവിൻ്റെ ആ വാക്കിനെ ബുദ്ധിപരമായി വ്യാഖ്യാനിക്കാനോ ചിന്താപരമായി വ്യാഖ്യാനിക്കാനോ ഗവേഷണം ചെയ്ത് വ്യാഖ്യാനിക്കാനോ ഏതെങ്കിലും ഒരു ലാബിൽ കൊണ്ടുപോയി അതിൻ്റെ കണ്ടൻസ് പരിശോധിച്ചിട്ട് ഒന്നും റസൂലുള്ളാഹി തങ്ങൾ തയ്യാറായില്ല. റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ചിടത്തോളം തേനിൽ ശിഫയുണ്ടെന്ന് അള്ളാഹു പറഞ്ഞു, അതിൻ്റെ ആന്തര്യാർത്ഥവും അന്തരസാരമൊന്നും ചിന്തിക്കാൻ നബി തങ്ങൾ തയ്യാറായില്ല. അതിൻ്റെ ബാഹ്യാർത്ഥം എന്താണോ അതനുസരിച്ച് അമൽ ചെയ്തു റസൂലുള്ളാഹി തങ്ങൾ. ഇതാണ് തസ്ദീഖ്, അതാണ് തസ്ദീഖ്, അതാണ് തസ്ദീഖ്. 4 രീതിയിൽ തസ്ദീഖ് ഉണ്ടാവും. തസ്ദീഖിന്റെ അർത്ഥം മനസ്സിലായല്ലോ. പല വാക്കുകളുടെയും മലയാളത്തിലുള്ള അർത്ഥം അതിന് പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ് ഞാൻ മലയാളം ഉപയോഗിക്കാത്തത്. പലരും പണ്ടേ പറയുന്നൊരു വാക്കാണ്, ഉസ്താദ് ആ മലയാളം അന്ന് ഉപയോഗിക്കണം, ആ അറബി വാക്യങ്ങൾക്ക് ശരിയാവില്ല. അറബി വാക്യങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചേ പറ്റൂ. പിന്നെ ഞാൻ പണ്ടേ പറയാറുണ്ട്, 10 നിന്ന് 1 പാസ്സാവരുത്, 10 നിന്ന് 11 പാസ്സാകാവും. അങ്ങനെ നമ്മളിത് കേട്ട് ഇപ്പോഴും മലയാളത്തിൽ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവൂ എന്ന് പറഞ്ഞാൽ അതൊരു തരം ഭാഗ്യക്കേടാണ്. അത് സംഭവിക്കാൻ പാടില്ല. അല്ലാഹു തആല ആദർശം പഠിപ്പിക്കാൻ ഉപയോഗിച്ച ഭാഷ, ആവശ്യം പഠിപ്പിക്കാൻ ഉപയോഗിച്ച ഭാഷ. ആവശ്യങ്ങൾ ഏത് ഭാഷ പഠിച്ചാലും പ്രയോജനപ്പെടുത്താൻ പറ്റും, ഏത് ഭാഷ പഠിച്ചാലും ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റും. പക്ഷെ ആദർശം പൂർത്തിയാക്കാൻ എല്ലാ ഭാഷ പഠിച്ചാലും ശരിയാകുകയില്ല. മലയാളം ആവശ്യം പൂർത്തിയാക്കാനുള്ള ഭാഷയാണ്, ആദർശം പഠിക്കാനുള്ള ഭാഷയല്ല.
ആദർശം പഠിക്കാൻ അള്ളാഹു സെലക്ട് ചെയ്ത ചില ഭാഷകളുണ്ട്. തൗറാത്ത് ഇറക്കാൻ അള്ളാഹ് തിരഞ്ഞെടുത്തത് അബ്രാനി ഭാഷയാണ്. ഇഞ്ചീൽ ഇറക്കാൻ അള്ളാഹ് തിരഞ്ഞെടുത്തത് സുരിയാനി ഭാഷയാണ്. സബൂർ ഇറക്കാൻ അള്ളാഹ് തിരഞ്ഞെടുത്തത് യൂനാനി ഭാഷയാണ്. ഖുർആൻ ഇറക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തത് അറബി ഭാഷയാണ്. അത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ അറബി ആയതുകൊണ്ട് ഖുർആൻ അറബി ആയതല്ല. ഖുർആനെ അറബി ആക്കാൻ വേണ്ടി അള്ളാഹ് മുഹമ്മദ് റസൂലുള്ളാഹിനെ അറബി ആക്കിയതാണ്. അള്ളാഹ്ക്കൊന്നും യാദൃച്ഛികതയില്ല. അള്ളാന്റെ എല്ലാം പ്ലാന്റെ പരിപാടിയാണ്. കതബല്ലാഹു മഖാദീറൽ ഖൽഖ് ഖബല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർദ് ബി50,000 സന. സഹീഹായ സനദുള്ള ഒരു ഹദീസ് ഷെയ്ഖ് അൽബാനി സഹീഹാക്കിയിട്ടുണ്ട് സിൽസിലയിൽ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, കതബല്ലാഹു മഖാദീറൽ ഖൽഖ്, അള്ളാഹുവിൻ്റെ സകല സംവിധാനങ്ങളെയും അള്ളാഹു റിക്കാർഡാക്കി വെച്ചിട്ടുണ്ട്. ഖബല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും നിർമ്മിക്കുന്നതിൻ്റെ ബി50,000 സന, 50,000 വർഷങ്ങൾക്ക് മുമ്പ്. കൃത്യമായ കണക്കാണ്, നുബുവത്തിന്റെ നാവ് കൊണ്ട് പറയുന്ന കണക്കാണ്. മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അതുകൊണ്ട് വളരെ കറക്റ്റ് കണക്കാണ്. റസൂലുള്ളാഹി തങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം 3 പ്രാവശ്യം ചൊല്ലണം എന്ന് പറഞ്ഞത് 3 പ്രാവശ്യം തന്നെ ചൊല്ലണം. അത് 2 ആകാൻ പാടില്ല, 4 ആകാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ 1 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞാൽ 1 പ്രാവശ്യം മാത്രം ചെല്ലിയാൽ മതി, പിന്നെ കൂട്ടണ്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ അധികരിപ്പിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് മാത്രമേ നമ്മുടെ ഇഷ്ടത്തിന് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. വല്ലത് കണക്കായിട്ട് തന്നെ. നിസ്കാരത്തിന് ശേഷം 33 സുബ്ഹാനല്ലാഹ് പറയണമെന്ന് പറഞ്ഞാൽ 34 ആകാൻ പറ്റൂല, 32 ആകാനും പറ്റൂല. കാരണം നുബുവത്തിന്റെ നാവ് കൊണ്ട് റിസാലത്തിന്റെ കയ്യൊപ്പോടെ കണക്ക് പറഞ്ഞു തരികയാണ്. അത് അള്ളാഹുവിന്റെ കണക്കാണ്, നിബിതങ്ങളുടെ കണക്കല്ല. റസൂലുള്ളാഹി തങ്ങൾ ഒരു കണക്ക് പറഞ്ഞു തരുമ്പോൾ അത് റസൂലുള്ളാഹി തങ്ങളുടെ കണക്കല്ല, അള്ളാഹുവിന്റെ കണക്കാണ്. അള്ളാഹുവിന്റെ കണക്കിൽ മാറ്റം വന്നാൽ അതിന്റെ ഫലം നമുക്ക് കുറയും. നമ്മൾ പറയും മുസ്ലിം പ്രശ്നം പരിഹരിക്കുന്നില്ല. എന്തുകൊണ്ട്? മുസ്ലിം പ്രശ്നം പരിഹരിക്കാൻ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ അല്ലാഹു തആല എന്താണോ നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നത് ആ കോഴ്സ് നാം പൂർത്തിയാക്കുന്നില്ല. ആ കോഴ്സ് പൂർത്തിയാക്കുന്നത് നമ്മളെ വകയാണല്ല. ഒരു വാക്ക് പോലും കൂടാനും പറ്റുകയില്ല, കുറയാനും പറ്റുകയില്ല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാനാണ് റസൂൽ പഠിപ്പിച്ചതെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. എന്താ സംഭവിക്കുക? അതിന്റെ ഫലം കിട്ടുകയില്ല. അപ്പൊ ഡോക്ടർ സാധാരണ എങ്ങനെയാണല്ലോ, ഡോക്ടർ രാവിലെ 2 ഗുളിക കഴിക്കാൻ പറഞ്ഞു, വൈകുന്നേരം 2 ഗുളിക കഴിക്കാൻ വേണ്ടി പറഞ്ഞു. 2 4 കൂടി ഒന്നിച്ച് രാവിലെ ഒന്നിച്ച് കഴിച്ചാൽ മയ്യത്താവും ചിലപ്പോ. അപ്പൊ സാദാ സീത ഒരു മഖ്ലൂക്കായ ഡോക്ടർ നിർദ്ദേശിക്കുന്നതിനും കൂടി കൃത്യമായ കണക്കുണ്ടെങ്കിൽ ഖാലിഖായ അള്ളാഹുവിന്റെ കണക്കിൽ എന്താ നമ്മൾ വിലവെക്കാത്തത്? അത് വളരെ എന്തായാലും പറയാ, വളരെ സൂക്ഷ്മമായിട്ട് നാം കൈകാര്യം ചെയ്തേ പറ്റൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 പ്രാവശ്യം എന്ന് പറഞ്ഞത് 100 പ്രാവശ്യം തന്നെ. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് 100 പ്രാവശ്യത്തിൽ കൂടുതൽ എണ്ണം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. 100 പ്രാവശ്യത്തിൽ കൂടുതൽ ചെയ്യാനുള്ള ഒരു ജോലി നമുക്ക് ഏർപ്പാടാക്കി തന്നിട്ടില്ല. മാക്സിമം 100 ഉള്ളൂ, അതിൻ്റെ അപ്പുറം ഇല്ല. അതേപോലെ തരീക്കത്തുകാരാണ് 100, 500, 101, 111, 313, 666, 4454 ഇതൊക്കെ ആക്കിയത് തരീക്കത്തുകാരാണ്, ഡ്യൂപ്ലിക്കേറ്റാണ്. 100ൽ കൂടുതൽ ഒരു എണ്ണവും റസൂൽ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. 100ൽ എത്താൻ പറഞ്ഞാൽ 100ൽ എത്തിക്കൊള്ളുക. ആ 100 എണ്ണം പാകത്തിൽ അല്ലാഹു തആല അവയവത്തെ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈൻ്റെ വിരലുകൊണ്ട് എണ്ണാൻ പറഞ്ഞു, തസ്ബീഹ് മാലയോ കുന്തോ ഒന്നും ഉപയോഗിക്കേണ്ടെന്നും പറഞ്ഞു. വളരെ കറക്റ്റാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അത് നമുക്ക് ഷഹാദത്ത് പറയുന്ന സന്ദർഭത്തിലാണ് അത് കൂടുതൽ ചർച്ച ചെയ്യാൻ എളുപ്പം. ഇതെല്ലാം കൂടി എപ്പാ ചർച്ച ചെയ്യാന്നുള്ളതാണ്. നോക്കാം, എത്തുന്നിടത്തോളം എത്തട്ടെ. എൻ്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അപ്പൊ ഈമാന്റെ 3 കാര്യങ്ങൾ. ഈമാൻ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് തസ്ദീഖാണ്. തസ്ദീഖ് ശരിയാകാതെ അതിൻ്റെ അപ്പുറത്തുള്ള ഒന്നും ശരിയാകുകയില്ല. അപ്പൊ പിന്നെ എത്ര പേരുണ്ടാവും? അതുകൊണ്ടാണല്ലോ ആകാശം മുട്ടി നിൽക്കാൻ മാത്രം ചക്രവാളം കവിഞ്ഞു നിൽക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ കൂട്ടത്തിൽ 70,000 മാത്രമേ സ്വർഗത്തിലേക്ക് പോവുള്ളൂ എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞത് വെറുതെ അല്ലാന്ന് മനസ്സിലായിക്കോളെ. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. ഹിസാബോ അദാബോ ഇല്ലാതെ 70,000 പേരാണ് സ്വർഗത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. അവർ ഹിസാബിനെ നേരിടേണ്ടി വരികയില്ല. ഒന്ന്
കോടിക്കണക്കിനുള്ള ആൾക്കാരെ കൂട്ടത്തിലാണ് എണ്ണം വർദ്ധിപ്പിക്കാൻ അഷ്റഫുൽ ഖൽക്ക് ചോദിച്ചു അള്ളാഹുവിനോട്. ഉമ്മത്തോടുള്ള മഹബത്ത് കൊണ്ടാണത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, 70,000-ൽ ഓരോരുത്തർക്കും 70,000 വീതമാകാം. അപ്പൊ ഖിയാമത്ത് നാളിന്റെ ഇടയിൽ 70,000 ഗുണിക്കണം, ഒന്നിന് 70,000 വെച്ചിട്ടാകുമ്പോൾ എത്രയാവും? അത്ര കണക്കൂട്ടി നോക്കിക്കോളി. ഒരാൾക്ക് 70,000, അപ്പൊ 70,000 ഇൻറ്റു 70,000 വളരെ കൃത്യമായ കണക്കാണ് അള്ളാഹുവിൻ്റെ. നമ്മളൊരു കാര്യം, ചക്കക്കണക്കും മാങ്കണക്കും അള്ളാഹ്ക്കില്ല, ഇത് അള്ളയാണ് കണക്ക് പറയുന്നത് ഓർക്കണം. സക്കാത്ത് സദഖന്റെ കാര്യത്തിൽ എന്താ അല്ലാഹു തആല പറഞ്ഞത്? മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. സുമാറല്ല, ഇത് അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹ് ഒരു കണക്ക് പറഞ്ഞു തരുമ്പോൾ ആ കണക്ക് വളരെ കറക്റ്റ് കണക്കായിരിക്കും. അത് സൂക്ഷ്മമായ കൈകാര്യം ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് എഞ്ചിനീയർ ഇത്ര അടി, ഇത്ര ഇഞ്ചി, ഇത്ര നീളം, ഇത്ര എന്ന് പറഞ്ഞാൽ അതിനെ കൂട്ടാനും കുറക്കാനും നമ്മൾ തയ്യാറാവില്ലല്ലോ. കൂട്ടിയാലും മുഴച്ച് കാണും, കുറച്ചാലും മുഴച്ച് കാണും. എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ കണക്ക്, മഖ്ലൂക്കിന്റെ കണക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ അള്ളാഹു കണക്ക് പറഞ്ഞു തരുന്ന കണക്ക് വളരെ കൃത്യവും വളരെ സ്പഷ്ടവും വളരെ വളരെ സൂക്ഷ്മവുമായിരിക്കും. അതങ്ങനെ തന്നെ നാം അള്ളാഹുവിനെ പഠിക്കണം. അതിന്റെ പേരാണ് തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇത് ധാന്യന്തരം കുളിക്കുകയല്ല, കസ്തൂരി വെള്ളത്തിൽ കുടിക്കാൻ. തൗഹീദ് ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇടപെടലുകളെ യാഥാർത്ഥ്യമാക്കി തീർക്കാനുള്ള പരിശീലനത്തിന്റെ പേരാണ് തൗഹീദ്. തൗഹീദ് പ്രസംഗിക്കാനും എഴുതാനും ഉള്ളൊരു വിഷയമൊന്നുമല്ല. ഗവേഷണം ചെയ്യാനും സിമ്പോസിയം നടത്താനും കൺവെൻഷൻ നടത്താനുള്ള വിഷയമൊന്നുമല്ല. തൗഹീദ് ഓരോ മുഅ്മിനായ മനുഷ്യർക്കും അവരുടെ ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഇടപെടലുകളെ അടുക്കളക്കാര്യത്തിൽ, അങ്ങാടിക്കാര്യത്തിൽ, അന്താരാഷ്ട്ര കാര്യത്തിൽ, ഭൂമിക്കാര്യത്തിൽ, ആകാശകാര്യത്തിൽ, സ്വകാര്യ കാര്യത്തിൽ, പരസ്യമായ കാര്യത്തിൽ, ഭൗതിക കാര്യത്തിൽ, അഭൗതിക കാര്യത്തിൽ, സകല വിഷയത്തിലും അള്ളാഹുവിനെ ഇടപെടിപ്പിക്കുവാനുള്ള പരിശീലനമാണ് തൗഹീദ്. അതുകൊണ്ട് തന്നെയാണ് നാം തൗഹീദിന്റെ ചരിത്ര സാക്ഷ്യം എന്ന വിഷയം വെച്ചത്. അതുകൊണ്ടാണ് തൗഹീദ് ഏത് രീതിയിലാണ് തലമുറകൾ കൈമാറി നമ്മുടെ കയ്യിലെത്തിയത് എന്ന് പഠിച്ചാലേ തൗഹീദ് നമുക്ക് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്രസംഗിച്ചോണ്ടേ പോകും, വാൾപോസ്റ്റ് ഒട്ടിച്ചോണ്ടേ പോകും, നോട്ടീസ് ഒട്ടിച്ചോണ്ടേ പോകും, CD ഇറക്കിക്കൊണ്ടേ പോകും, അല്ലെങ്കിൽ പുസ്തകം ഇറക്കിക്കൊണ്ടേ പോകും. പ്രസംഗിക്കുന്നവർ പ്രസംഗിച്ചോണ്ടേ പോകും, എഴുതുന്നവർ എഴുതിക്കൊണ്ടേ പോകും. അങ്ങനെ പോകും കാലം. യാഥാർത്ഥ്യമൊന്നും നേടിയിട്ടുണ്ടാവില്ല. അവസാനം ബിസിനസിന്റെ, കച്ചവടത്തിന്റെ ലാഭനഷ്ടം കണക്കൂട്ടുമ്പോൾ എല്ലാം 0. എന്തുകൊണ്ടാണത്? യാഥാർത്ഥ്യം മനസ്സിലാകാത്തത് കൊണ്ട്. മനസ്സിലാക്കേണ്ടവർ തന്നെ മനസ്സിലാക്കുന്നില്ല. പിന്നെ സാധാരണക്കാരൻ്റെ കഥ പറയാനുണ്ടോ? ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ നാം മറ്റുള്ളവരെ സ്കാൻ ചെയ്യാൻ മെനക്കെടരുത്. നാം നമ്മളെ സ്കാൻ ചെയ്യുക. തൗഹീദിന്റെ പ്രബോധകന്മാർ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? നാം നമ്മളെ സ്കാൻ ചെയ്യുക. എത്രത്തോളം എൻ്റെ തൗഹീദ് അതിൻ്റെ കണക്ക് പൂർത്തിയാകുന്നുണ്ട്, അതിൻ്റെ ഗേജ് പൂർത്തിയാകുന്നുണ്ട് നമ്മൾ നോക്കണം. എന്തുകൊണ്ടാ? അൽ ഈമാൻ യസീദു വയൻഖുസ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഗേജ് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഹാസിബു ഖബല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്, നിങ്ങൾ കണക്ക് ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തം തന്നെ കണക്ക് കൂട്ടിക്കൊള്ളണം എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് വിശദമാക്കിയത് എങ്ങനെയാണ്? അള്ളാഹു തആല അവൻ നിർമ്മിക്കാൻ പോകുന്ന സകല കാര്യങ്ങളുടെയും വ്യക്തമായ കണക്ക് റിക്കാർഡാക്കി വെച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചം നിർമ്മിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനഃപൂർവ്വമോ യാദൃച്ഛികമോ അല്ലെങ്കിൽ അങ്ങ് ആയിപ്പോയതോ അല്ലെങ്കിൽ അതാത് സമയത്ത് വരുന്ന കാര്യങ്ങളെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സംഭവം ഉണ്ടാക്കലോ ഒന്നുമല്ല. അള്ളാഹുവിൻ്റെതെല്ലാം കൃത്യമായ പ്ലാൻ അനുസരിച്ച് സംഭവിക്കുന്നതാണ്. ഒന്നും വിട്ടുപോകുകയില്ല, ഒന്നും കുറഞ്ഞു പോവുകയില്ല, ഒരു കാര്യവും അല്ലാഹു തആലക്ക് അവ്യക്തമായി പോവുകയില്ല. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹു തആലക്ക് മയക്കം സംഭവിച്ചു പോവുകയില്ല, അല്ലാഹു തആലക്ക് ഉറക്കം സംഭവിച്ചു പോവുകയില്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി, അള്ളാഹുവിന്റെ ഇൽമൊന്നും ഒന്നും വിട്ടുപോകുകയില്ല.
യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. മുമ്പുള്ളതും അല്ലാഹു നന്നായിട്ടറിയും, പിന്നിലുള്ളതും അല്ലാഹു നന്നായിട്ടറിയും. ആ അറിവിന് കാലഗണനകളില്ല, സമയഗണനകളില്ല. അള്ളാഹുവിന്റെ ഇൽമിന് കാലഗണനകളില്ല, സമയഗണനകളില്ല. ആ രീതിയിൽ കാര്യങ്ങൾ അറിയുന്നവനാണ് അള്ളാഹ്. ആ രീതിയിൽ അള്ളാഹുവിനെ പറ്റിയുള്ള തസ്ദീഖ് മനസ്സിൽ വരണം. അള്ളാഹു നസീബാക്കി തരട്ടെ, അള്ളാഹു നസീബാക്കി തരട്ടെ. പിന്നെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, അത് അങ്ങനെ മെനക്കെട്ടിട്ടോ അധ്വാനിച്ചിട്ടോ കിട്ടേണ്ടതല്ല. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് ഓശാരമായി കിട്ടേണ്ടതാണ്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബി. ഏതൊരുത്തന്റെ നെഞ്ചകം, ഏതൊരുത്തന്റെ ഹൃദയം ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു തുറന്നു കൊടുക്കുന്നുവോ അവൻ അള്ളാഹുവിന്റെ പ്രകാശം ലഭിച്ചവനാണ്, അള്ളാഹുവിന്റെ നൂറുമായി കണക്ഷൻ കിട്ടിയവനാണ് അവൻ. ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബി. ഒരു കണക്ഷനാണത്, നൂരിയ ഒരു കണക്ഷൻ. അത് കിട്ടിയാൽ ജയിച്ച്. ആ ഇൻഷറാഹാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഇൻഷറാഹിനാണ് നാം എന്നും മെനക്കെടേണ്ടതും നാം ചോദിക്കേണ്ടതും. ആ ഇൻഷറാഹ് നഷ്ടപ്പെട്ടു പോകുന്ന രോഗങ്ങളിൽ ഒന്നാമത്തെ രോഗം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇൻഷറാഹ് നഷ്ടപ്പെട്ടു പോകുന്ന, അഥവാ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂട്ടി താക്കോല് പിടിക്കുന്ന ഒരവസ്ഥ വരും. അതായിരിക്കാണ് വരിക? ഏറ്റവും വലിയ രോഗം കിബ്റാണ്. ഇൻഷറാഹ് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ രോഗം കിബ്റാണ്. കിബ്റുള്ള ഹൃദയത്തിലേക്ക് അല്ലാഹു തആല നൂറ് കണക്ട് ചെയ്യുകയില്ല. അള്ളാഹുവിന്റെ പ്രകാശവുമായിട്ട് ബന്ധം കിട്ടുകയില്ല. അള്ളാഹുമായിട്ട് ബന്ധമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് നിർബന്ധമായും ഉണ്ടാക്കിയെടുക്കേണ്ട ഗുണം എന്താണ്? കിബ്റില്ലാത്തൊരു മനസ്സാണ്. അൽ കിബ്റു രിദാഇ. കിബ്ർ എന്റെ ഉടുപ്പാണ്, അതെടുത്തിട്ട് നിങ്ങൾ ഉടുക്കരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിടുകയില്ല. ഇന്ന ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ. ഇന്ന ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഈ കാലിൽ എഴഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ട് മിമ്പറിന്റെ മുകളിൽ ഇരുത്തിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത പ്രസംഗത്തിൽ ആവർത്തിച്ച് പറഞ്ഞൊരു വാക്ക് ഇന്ന ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ എന്ന ആയത്താണ്. തീർച്ചയായും നരകം കിബ്റുള്ളവർക്കുള്ള അഭയകേന്ദ്രമാണ്. ഗൗരവത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ അവസാന നാളുകളിൽ ഓർമ്മിപ്പിക്കുമായിരുന്നു കിബ്റിന്റെ ദൂഷ്യങ്ങളെ സംബന്ധിച്ച്. അപ്പൊ പറഞ്ഞു വന്നത്, അള്ളാഹു ഈമാനിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാമത്തെ വകുപ്പ് എന്താണ്? തസ്ദീഖാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വന്തം നമ്മുടെ ഹൃദയത്തോട് ചോദിക്കണം, മുഹാസബ നടത്തണം. എത്രത്തോളം എൻ്റെ കൽബ് തസ്ദീഖിന് വഴിപ്പെട്ടിട്ടുണ്ട് എന്ന്. കൽബ് തസ്ദീഖിന് വഴിപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം എന്ന കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം, ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈമാൻ ടെസ്റ്റ് ചെയ്യാൻ, തസ്ദീഖ് ടെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഉപാധികൾ പറഞ്ഞു തന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉപാധികൾ കൊണ്ട് മാത്രമേ ആ ടെസ്റ്റിംഗ് നടക്കുള്ളൂ. അതിലൂടെ മാത്രമേ അത് പരീക്ഷിക്കാൻ കഴിയുള്ളൂ. വേറെ ഒരു വിധത്തിലും ഈമാൻ പരിശോധിക്കാൻ കഴിയില്ല. ഇനി ലാബിൽ രക്തം കൊണ്ടുപോയിട്ട് രക്തം പരിശോധിച്ചിട്ട് ഈമാന്റെ തോത് മനസ്സിലായി, ഭാവിയിൽ അങ്ങനെ ഒരു കാലം വന്നുകൂടാന്നൊന്നുമില്ല. അല്ലാഹു അഅലം. എങ്ങനെ മനുഷ്യന്റെ ധാർമ്മികാവസ്ഥയും അധാർമികതയൊക്കെ അവന്റെ ബ്ലഡിലും അതുപോലെയുള്ള ശരീരത്തിന്റെ മറ്റു വശങ്ങളിലൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്ന ചില കണ്ടെത്തലുകളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് അറിവ്. എനിക്ക് ആ അറിവായിട്ട് ആ ലോകവുമായിട്ട് അത്ര വലിയ കൂടുതലുള്ള ബന്ധമൊന്നും പുലർത്താൻ മെനക്കെടാറില്ല. കാരണം ചിന്തയും ബുദ്ധിയൊന്നും വേണ്ടാത്ത വഴിക്ക് വിട്ടാൽ ആവശ്യമുള്ള വഴിക്ക് വിടാൻ വേണ്ടി സമയം കിട്ടുകയില്ല, അല്ലെങ്കിൽ അതിന് പാകമായി വരികയില്ല. അതുകൊണ്ടൊക്കെ ഏതായാലും നടന്നേക്കാം. അല്ലാഹു ആലം. അസ്ബാബിന്റെ ലോകത്തെ പറ്റി കൂടുതൽ ചർച്ച വേണ്ട നമുക്ക്. അസ്ബാബിന്റെ ലോകം തീർച്ചയായിട്ടും നാശത്തിന്റെ ലോകമാണ്. അത് നശീകരണത്തിന്റെ ലോകമാണ്. അത് ഹലാക്കിന്റെ ലോകമാണ്. അത് ലഅബിന്റെയും ലഹുവിന്റെയും ലോകമാണ്. ആലമുൽ അസ്ബാബ്. ദുനിയാവിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞതാണ് അദ്ദുന്യാ ലഅബുൻ വലഹുൻ. എന്തോ അള്ളാഹിന്റെ വാക്കാണ്. മഖ്ലൂക്കിനെ പറ്റി ഖാലിക്കിന്റെ വിലയിരുത്തലാണ്. അദ്ദുന്യാ ലഅബുൻ വലഹുൻ. കളിയാണ്, തമാശയാണ്. അതിനെങ്ങനെയാ മലയാളത്തിൽ അർത്ഥം വെക്കേണ്ടത്?
അത്രയുമാണ് അല്ലാഹുത്തആല. അതൊന്നും നമുക്ക് ബാധകമാകാറില്ല. നമ്മൾ ഇങ്ങനെ അറബി കിതാബിന്റെ വക്കത്ത് എന്തെങ്കിലും ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചിട്ട് ഊർജം ചെലവാക്കാൻ ഉലമാക്കളും അതിന്റെ മറ പിടിച്ചിട്ട് കുറെ ഉമറാക്കളും. എങ്ങനെ അറബി കിതാബിന്റെ വക്കത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കൊല്ലായില്ലേ ഇമാം അഹ്മദ് ഹംബലിനെയും കൊണ്ട് കളിക്കാൻ തുടങ്ങിയിട്ട്, ഒരു കൊല്ലായില്ലേ ഷൗക്കാനിനെയും കൊണ്ട് കളിക്കാൻ തുടങ്ങിയിട്ട്, ഒരു കൊല്ലായില്ലേ ഇമാം നവവിനെയും കൊണ്ട് കളിക്കാൻ. എന്ത് നേടി ഉമ്മത്ത്? ഒന്നും നേടിയിട്ടില്ല. നേടിയത് നഷ്ടപ്പെട്ടതല്ലാതെ. 50 കൊല്ലം 60 കൊല്ലം അധ്വാനിച്ചുണ്ടാക്കിയത് ഓരോരുത്തൻ്റെയും കൽബിന്ന് ചോർന്നു പോയതല്ലാതെ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി പറഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് തന്നെ നാം അതിൻ്റെ ശാഖാ വിഷയങ്ങളിലേക്ക് കടക്കാൻ തയ്യാറാകണം. അതായിരിക്കും വിഷയമല്ല. ദുനിയാവിനെ സംബന്ധിച്ച് അല്ലാഹു തആല വളരെ വ്യക്തമായി ഖണ്ഡിതമായി എന്തു പറഞ്ഞു, ഭൗതിക കാര്യങ്ങളെ പറ്റി എന്തു പറഞ്ഞു, ഭൗതിക സൃഷ്ടികളെ പറ്റി അതൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കുകയില്ല. നാം നിയമത്തിന്റെ പിന്നാലെയാണ് എപ്പോഴും, നിയമനിർമ്മാണത്തിന്റെ പിന്നാലെയാണ് എപ്പോഴും. അതേ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്? ഫിഖ്ഹും ഹദീസും തമ്മിൽ ഏറ്റുമുട്ടുക എപ്പോഴും ഫിഖ്ഹ് ദീനുൽ ഇസ്ലാമിന്റെ മിനിമം പ്രോഗ്രാം പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രമുള്ളതാണ്. ഹദീസും ഖുർആനും ദീനുൽ ഇസ്ലാമിന്റെ പൂർണ്ണത പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഫിഖ്ഹ് കണ്ടെത്തലാണ് നമ്മുടെ പരിപാടിയെങ്കിൽ വല്ലാഹി പൂർണ്ണമായ ഒരു ദീൻ സമൂഹത്തിന് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതേ അവസരത്തിൽ ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ പൂർണ്ണത കണ്ടെത്താനാണ് നാം മെനക്കെടുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിക്കും. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. രണ്ടാമത്തെ വിഷയം തസ്ദീഖാണ്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം വൽ ഇഖ്റാറു ബിൽ ലിസാൻ. ഹൃദയത്തിൽ ഏതൊരു അള്ളാഹുവിനെ സംബന്ധിച്ചാണോ 100% തസ്ദീഖ് ചെയ്യാൻ ഒരുത്തൻ തീരുമാനിച്ചത്, ആ തീരുമാനിച്ച വിഷയത്തെ നാവുകൊണ്ട് പ്രസ്താവിക്കലാണ് ഈമാന്റെ രണ്ടാമത്തെ ഭാഗം. അൽ ഇഖ്റാറു ബിൽ ലിസാൻ, നാവുകൊണ്ട് പ്രസ്താവിക്കുക. ഹൃദയത്തിൽ ഏതൊരു അള്ളാഹുവിനെയാണോ 100% ഉടയവനായി കണ്ടിരിക്കുന്നത്, അവനാണ് എൻ്റെ ഉടയവൻ എന്ന് നാവുകൊണ്ട് പ്രഖ്യാപിക്കുക. അവൻ നാവുകൊണ്ട് പ്രഖ്യാപിക്കാൻ തയ്യാറല്ല, സ്വകാര്യമാക്കി വെച്ചിരിക്കുകയാണ്. പേരും ഗോപാലൻ എന്ന് തന്നെയാണ്, അമ്പലത്തിനും പോകാറുണ്ട്, പക്ഷേ ഞാൻ ഉള്ളു ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ ഇല്ല. ഒരു വല്ലാഹി അയാളെ മുസ്ലിമായിട്ട് കാണാൻ പറ്റുകയില്ല, അയാളെ മൂമിനായിട്ട് കാണാൻ പറ്റുകയില്ല. കാരണം ഈമാന്റെ ഷർത്താൻ അൽ ഇഖ്റാറു ബിൽ ലിസാൻ. രണ്ടാമത്തെ കാര്യം പൂർത്തിയാക്കുക എന്നുള്ളത്, നാവ് കൊണ്ട് പ്രസ്താവിക്കുക എന്നത്. നാവ് കൊണ്ട് എന്തെങ്കിലും പ്രസ്താവിച്ചാൽ മതിയോ? ഒരുത്തൻ അവന്റെ ഭാഷയിൽ, അവനിക്കറിയുന്ന ഭാഷയിൽ, അവന്റെ ആംഗ്യമനുസരിച്ച്, അവൻ മനസ്സിലാക്കിയ കാര്യം അനുസരിച്ച് അങ്ങനെ പ്രസ്താവിച്ചാൽ മതിയോ? പോരാ. അല്ലാഹു തആല തസ്ദീഖ് ചെയ്ത ഒരു മനുഷ്യനോട് എന്ത് പ്രസ്താവിക്കണമെന്നാണോ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് തന്നെ പ്രഖ്യാപിച്ചിരിക്കണം. അള്ളാഹുവിനെ തസ്ദീഖ് ചെയ്താൽ, ആ അള്ളാഹിനെ അംഗീകരിച്ചു എന്ന് പറയാൻ എന്താണോ ഒരു വാചകം, ഒരു പ്രമേയം അല്ലാഹു തആല പഠിപ്പിച്ച് പാസാക്കി തന്നിരിക്കുന്നത്, ആ പഠിപ്പിച്ച വാചകം തന്നെ പറയണം. അതിന്റെ പരിഭാഷ പോലും പറഞ്ഞാൽ പറ്റുകയില്ല. ഏതാണ് ആ വാക്ക്? അഫ്ദലു ദിക്രി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദം നബിക്ക് പഠിപ്പിച്ചതും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. ഇബ്രാഹിം നബിക്ക്, നൂഹ് നബിന്റെ കാലത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. മൂസ നബിന്റെ കാലത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. ഇസ്ലാമിന്റെ കാലത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കാലത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. അറബി ഭാഷയിൽ ഇറങ്ങിയ ഖുർആനിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. സുരിയാനി ഭാഷയിലുള്ള ഇഞ്ചീലിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. അബ്രാനി ഭാഷയിലുള്ള തൗറാത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. യൂനാനി ഭാഷയിലുള്ള സബൂറിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. കിതാബ് ഇറങ്ങാത്ത കാലം ഇബ്രാഹിമിനും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. കിതാബില്ലാത്ത കാലം നൂഹ് നബിന്റെ കാലം, അന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. ബഹുമാനപ്പെട്ട ആദം നബി ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയ 1-ാം തീയതി അവിടെ നിന്ന് പറയിപ്പിച്ചതും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. അതിന് അല്ലാഹു തആല മാറ്റം വരുത്തിയിട്ടില്ല. ഒരു കാലത്തും അത് മാറുന്ന പ്രശ്നവും ഇല്ല, ഇന്നും മാറുന്നില്ല. ഒരു ഇംഗ്ലീഷുകാരൻ കലിമ ചൊല്ലുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. മലയാളക്കാരൻ കലിമ ചൊല്ലുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. അറബിക്കാരൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. ഹിന്ദിക്കാരൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. ഏതേത് ഭാഷക്കാരനും ഇന്ന് ലോകത്താമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അതൊരു യാഥാർത്ഥ്യമാണ്. അത് നമുക്കെല്ലാവർക്കും കൂടി യോഗം കൂടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പറ്റിയൊരു വാചകം കണ്ടെത്തിയാലോ? പറ്റൂല. ഭൂലോകത്തുള്ള ഉലമാക്കളെല്ലാം കൂടി യോഗം കൂടി, സംഘടനകളുടെ നേതാക്കന്മാരെല്ലാം കൂടിയിട്ട്, പ്രസിഡന്റുമാരെല്ലാം കൂടിയിട്ട് ഒരു യോഗം കൂടിയിട്ടൊരു പ്രമേയം, നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഴയ വാക്കാണ്, അതൊരു പുതിയ ലേറ്റസ്റ്റ് ഒരു മോഡേൺ വാക്ക് നമുക്കെല്ലാവർക്കും കൂടി അങ്ങ് തീരുമാനിച്ചല്ലോ എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ നിന്ന് അങ്ങനെ ഒരു ബില്ല് പാസ്സാക്കി എടുത്തു. അങ്ങനെ ആ വാചകം ലോകത്തെ പഠിപ്പിച്ചു. പറ്റുമോ? പറ്റില്ല, സഹിയാകയില്ല. എന്തുകൊണ്ട്? ഇഖ്റാറിന് വേണ്ടി അള്ളാഹ് നിശ്ചയിച്ച വാചകം ഏതാണോ ആ വാചകം തന്നെ പറഞ്ഞിരിക്കണം. അൽ ഇഖ്റാറു ബിൽ ലിസാൻ. മൂന്നാമത്തെ കാര്യം, ഞാൻ അത് നീട്ടുന്നില്ല. മൂന്നാമത്തെ കാര്യം, ഈമാന്റെ മൂന്നാമത്തെ ഭാഗം വൽ അമലു ബിൽ ജവാരിഹ്. വൽ അമലു ബിൽ ജവാരിഹ്. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. അബൂ താലിബ് 100% അള്ളാഹുവിനെ തസ്ദീഖ് ചെയ്ത മനുഷ്യനാണ്. ഒരു ലെവലേശം അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് കദിബ് തീരെ ഇല്ല, കളവ്. പിന്നെയുള്ളത് റൈബ്, സംശയം. അള്ളാഹിനെ പറ്റി ലെവലേശം സംശയം ആർക്കില്ല? അബൂ താലിബിനില്ല. പിന്നെ ലന്ന്, ഭാവന, ഒരു ലെവലേശം ലന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് വേണ്ടാത്തൊരു ഭാവന അബൂ താലിബിനില്ല. പിന്നെയുള്ളത് വഹുമാൻ, ധാരണ, വേണ്ടാത്ത ഒരു തെറ്റായ ധാരണ അള്ളാഹുവിനെ സംബന്ധിച്ച് വെച്ച് പുലർത്തിയിട്ടുമില്ല അബൂ താലിബ്. ഇമാം ബുഖാരി തങ്ങൾ അബൂ താലിബിന്റെ വാചകങ്ങൾ റിപ്പോർട്ട് ചെയ്ത കൂട്ടത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞൊരു വിഷയമുണ്ട്. എന്താണ്? വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. മുഹമ്മദിന്റെ ദീൻ അത് ഖൈറായ ദീനാണ്. വേറൊരു ദീൻ അതിന് തുല്യമായിട്ടില്ല. മറ്റ് ദീനുകളെ അപേക്ഷിച്ച് ഏറ്റവും ഖൈറായത് മുഹമ്മദ് കൊണ്ടുവന്ന ദീൻ തന്നെയാണ്. മുഹമ്മദ് പറയുന്ന വിഷയം തന്നെയാണ്. ഖുറൈശി കൂട്ടം അള്ളാഹുവിനെ നന്നായിട്ട് അറിയുന്ന വിഭാഗമാണ്. എങ്ങനെയാണ് ഖുറൈശികൾ അള്ളാഹുവിനെ അറിയാതിരിക്കുക? കഅബാലയം അവരെ കസ്റ്റഡിയിലാണ്. അവർ ഇബ്രാഹിമിന്റെ പേരക്കുട്ടികളാണ്. അവർ ഇസ്മായിലിന്റെ മക്കളാണ്. സംസം അവരെ കൺട്രോളിലാണ്. സഫയും മർവയും അവരെ കൺട്രോളിലാണ്. പിന്നെ എങ്ങനെയാണ് ഖുറൈശികൾക്ക് അള്ളാഹുവിനെ അറിയാതിരിക്കുക? ചരിത്രപരമായി ദൃഷ്ടാന്തങ്ങൾ കംപ്ലീറ്റ് ഉള്ളത് ഖുറൈശി കൂട്ടത്തിന്റെ കയ്യിലാണ്. പിന്നെ യമനിലേക്ക് കച്ചവടത്തിന് പോകുന്നവരാണ് അവർ. ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്നവരാണ് അവർ. റിഹ്ലത്ത ശിതാഇ വസ്സൈഫ് ലിഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത്ത ശിതാഇ വസ്സൈഫ്. ഉഷ്ണകാലത്ത്, ശൈത്യകാലത്ത് വേറെ വേറെ യമനിനെയും സിറിയയെയും കച്ചവടത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നവരാണ് അവർ. അവരെ കൂട്ടത്തിൽ റോമിലേക്ക് കച്ചവടത്തിന് പോകുന്നവരുണ്ട്, പേർഷ്യയിലേക്ക് കച്ചവടത്തിന് പോകുന്നവരുണ്ട് ആ കൂട്ടത്തില്. അതുകൊണ്ട് തന്നെ അയൽവക്കത്തുള്ള രാജ്യങ്ങളിലുള്ള സംസ്കാരങ്ങളും ആ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ മതവും ആ മതങ്ങളുടെ ഉറവിടവും ഇതെല്ലാം നന്നായിട്ട് അറിയുന്നവരാണ് ഖുറൈശി കൂട്ടം. നമ്മുടെ നാട്ടിൽ ചില എന്താണ് പറയുക, കർമ്മശാസ്ത്ര വിദഗ്ധന്മാർ പ്രസംഗിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും മക്കത്തെ ഖുറൈശികൾക്ക് ഭൂലോകം എന്താണെന്നറിയില്ല, അവർ നമ്മുടെ നാട്ടിലെ ആദിവാസികളെ പോലെയാണ്, ആദിവാസികൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കാനാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നത് എന്ന് തോന്നിപ്പോകും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ പ്രസംഗം കേട്ടാൽ. വല്ലാഹി അത് ശുദ്ധ ജഹാലത്താണ്. ഭൂലോകത്ത് ഏറ്റവും നന്നായിട്ട് ചരിത്രമറിയുന്നവരാണ് അവർ ഖുറൈശിക്കൂട്ടം ഇബ്രാഹിമി കുടുംബത്തിൽ ജനിച്ചവരാണ്. അവർ ഇസ്മായിലിന്റെ പേരക്കുട്ടികളാണ്. ബനു ഇസ്രായേലിനെയും ബനു ഇസ്മായിലിനെയും വേർതിരിച്ചറിയുന്നവരാണ്. ഉപ്പുപ്പ ഇബ്രാഹിമിന് 2 ആമക്കളുണ്ടെന്നും ഒന്ന് ഇസ്ഹാഖാണെന്നും ആ ഇസ്ഹാക്കിന്റെ പാരമ്പര്യത്തിലാണ് ഇസ്രായേൽ സമൂഹമെന്നും ഉപ്പുപ്പാന്റെ വേറൊരു മോനാണ് ഇസ്മായിൽ എന്നും ആ ഇസ്മായിലിന്റെ മക്കളാണ് നമ്മളെന്നും അതുകൊണ്ട് ഇസ്ഹാക്കി കുടുംബത്തെക്കാൾ ബഹുമാനം ഇസ്മായിലി കുടുംബത്തിനാണെന്നും ആയിരക്കണക്കിന് വർഷത്തിന്റെ കഴിഞ്ഞുപോയ തറവാട്ടിന്റെ ചരിത്രം പറയുന്നവരാണ് ഖുറൈശിക്കൂട്ടം. അഖുറൈശിക്കൂട്ടത്തിലാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ അള്ളാഹുവിനെയും പറഞ്ഞു വരുന്നത്. അവർക്ക് അള്ളാഹിനെ അറിയുമായിരുന്നില്ല. അവർ മരത്തോണ്ട് ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അള്ളാഹിന് പേരിട്ടിട്ട് പൂജിക്കുകയായിരുന്നു എന്നൊക്കെ തൗഹീദ് വിരോധികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രസംഗിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. എന്തിനാണ് ഇത്രയും വലിയ ജഹാലത്ത് പറയുന്നത്? ഒന്നിക്കിൽ വിവരക്കേട്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യം മനസ്സിലാക്കി സാധാരണക്കാർക്ക് മനസ്സിലായി പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഒളിപ്പിച്ചു വെക്കുന്നത്. രണ്ടാലൊന്നാണ്. വളരെ വ്യക്തമായ കാര്യമാണത്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു ലെവലേഷൻ സംശയം ഖുറൈശി കൂട്ടത്തിനില്ല. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ എന്ന കാര്യത്തിൽ ഖുറൈശി കുട്ടികൾക്ക് ഒരു സംശയവും ഇല്ല.
അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മാതാവ്, ഖാലിഖ് എന്ന കാര്യത്തിൽ ഖുറൈശികൾക്ക് ഒരു സംശയവുമില്ല. അള്ളാഹുവാണ് കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിനും അവർക്ക് സംശയമില്ല. ലെവലേഷൻ സംശയം അള്ളാഹുവിനെ സംബന്ധിച്ച് അവർക്കില്ല. പിന്നെന്തിനാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നത്? തീർച്ചയായും മുഹമ്മദ് മുസ്തഫ തങ്ങൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി വന്നതല്ല, അള്ളാന്റെ മാലിക്കിയത്ത് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി വന്ന നബിയല്ല, അള്ളാന്റെ ഖാലിഖിയത്ത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വന്ന നബിയല്ല, അള്ളാഹുവിന്റെ തദബ്ബുരിയത്ത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വന്ന നബിയല്ല. അത് അവർക്ക് നന്നായിട്ട് അറിയാം അള്ളാഹുവാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. പിന്നെന്തിനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ തങ്ങൾ നബിയായിട്ട് വന്നത്? ആ അള്ളാഹു മാത്രമേ ഇലാഹാൻ പറ്റുകയുള്ളൂ എന്ന് പറയാനാണ് നബിമാര് വന്നത്. നബിമാര് വന്നത് അതിനു വേണ്ടിയിട്ടാണ്. ആ അള്ളാഹു മാത്രമേ ഉള്ളൂ, ആ അള്ളാഹുവിനോടൊപ്പം പറയാൻ പറ്റൂല എന്ന് പറയാനാണ് ഖുറൈശി കൂട്ടത്തിൽ നബിമാര് വന്നത്. മുഹമ്മദ് മുസ്തഫ തങ്ങളെ ജോലിയാണ് നൂഹ് നബി മുതൽ ഇങ്ങോട്ടുള്ള ഏതാണ്ട് 1,24,000 നബിമാരെ കൂട്ടത്തിൽ 313 മുർസലീങ്ങളുടെയും ഉത്തരവാദിത്തം അള്ളാനെ പരിചയപ്പെടുത്തി കൊടുക്കലല്ല, പിന്നെ അള്ളാന്റെ വഹദാനിയത്ത് പരിചയപ്പെടുത്തി കൊടുക്കല. അല്ല ഉണ്ടെന്ന് പറയലല്ല, അല്ല മാത്രമേ ഉള്ളൂ എന്ന് പറയലാണ് നബിമാരെ ജോലി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ ലാ ശരീക ലഹ്, അതാണ് നബിമാരുടെ ഉത്തരവാദിത്തം. നിങ്ങൾ അറിയില്ലേ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി വരുന്നതിന് മുമ്പ് തന്നെ ഒരു നബി വരാൻ പോകുന്നുണ്ട് എന്ന് അറബികൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മക്കക്കാര്, ഖുറൈശികൾക്ക് നന്നായിട്ട് അറിയാം ഒരു നബി വരാൻ പോകുന്നുണ്ട് എന്ന്. ആ നബി ആരായിരിക്കണം എന്ന കാര്യം അവർ ചിന്തിച്ചിട്ടുണ്ട്. പലരും കുപ്പായം തുന്നി കാത്തിരിക്കുകയായിരുന്നു. വലീദിന് ആഗ്രഹമുണ്ടായിരുന്നു ആ നബി ഞാനായിരിക്കണമെന്ന്, ഉമയ്യത്തിന് ആഗ്രഹമുണ്ടായിരുന്നു ആ നബി ഞാനായിരിക്കണമെന്ന്. അത് അവർ ശരിക്കും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചല്ലേ അല്ലാഹു തആല പറഞ്ഞത്, ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന റസൂലുൻ മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ. ഓ മുഹമ്മദ് നബിയെ, ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്, കിതാബിന്റെ അഹ്ലികരായ ജൂതനസാറാക്കളെ കൂട്ടത്തിലുള്ളവരായിരുന്നില്ല. വൽ മുശ്രിക്കീൻ, മക്കയിലുള്ള ഖുറൈശി കൂട്ടം അടക്കമുള്ള മുശ്രിക്കീങ്ങളുമായിരുന്നില്ല. മുൻഫക്കീന, അവർ വേർപിരിയുന്നവരായിരുന്നില്ല, മാറി ചിന്തിക്കുന്നവരായിരുന്നില്ല. അവർ ഒരു പ്രവാചകനെ ഉൾക്കൊള്ളാൻ സന്നദ്ധരായിരുന്നു. ഒരു പ്രവാചകന്റെ വരവ് അവർ കാത്തിരിക്കുകയായിരുന്നു. അവർക്ക് പ്രവാചകത്വത്തിലോ അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് റുബൂബിയത്തിലോ ഇഷ്കാലുള്ളവരായിരുന്നില്ല. ഹത്താ തഅതിയഹുമുൽ ബയ്യിന, അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തം വന്നെത്തുന്നത് വരെ, അഥവാ റസൂലും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു റസൂൽ എന്ന നിലക്ക് നിങ്ങൾ വരുന്നത് വരെയും അവർക്ക് ഈ കാര്യത്തിൽ യാതൊരു ഭിന്നിപ്പും ഉണ്ടായിരുന്നില്ല. അവർക്കുള്ള പ്രശ്നം എന്താണ്? മുഹമ്മദ് നബിയായി പോയി എന്നതാണ്. അല്ലാഹു തആല പറഞ്ഞു. അവരെന്താണ് പറഞ്ഞത്? ഞങ്ങൾ നബിമാരെ അംഗീകരിക്കാം, എന്തുകൊണ്ട് ഉമയ്യത്ത് നബിയായില്ല, എന്തുകൊണ്ട് വലീദ് നബിയായില്ല, എന്തുകൊണ്ട് മുഗീറത്ത് നബിയായില്ല, ഈ ആട്ടിടയന്റെ മോൻ മുഹമ്മദിനെയാണോ ഞങ്ങൾ നബിയായിട്ട് അംഗീകരിക്കേണ്ടത് എന്നായിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്തിനെ സംബന്ധിച്ച് ഖുറൈശികൾ പറഞ്ഞത്. ഇത് അല്ലാഹു തആല വളരെ വ്യക്തമായി പറഞ്ഞു തന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകന്മാരെയും ചരിത്രപരമായി മനസ്സിലാക്കിയവരാണ് ഖുറൈശി കൂട്ടം. മുഹമ്മദ് മുസ്തഫ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് അറബിക്കൂട്ടത്തിൽ ഒരു നബി വരുന്നുണ്ട് എന്നുള്ള കാര്യം ഉപ്പുപ്പമാരിൽ നിന്ന് പരമ്പരാഗതമായിട്ട് കിട്ടിയ അറിവും അവർക്കുണ്ട്. ഇബ്രാഹിമിന്റെ ദുആ അതും നന്നായിട്ട് അവർക്കറിയാം. കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അന്ന് ഉപ്പുപ്പ ഇബ്രാഹിം കഅബാലയത്തിന്റെ മുറ്റത്തുനിന്ന് ദുആ ചെയ്ത പ്രവാചകൻ വരാൻ സമയമായി. ഈ വിഷയം അവർ ജൂതനസാറാക്കളോട് തർക്കിക്കുമ്പോൾ പറയുകയും ചെയ്യുമായിരുന്നു. മദീനയിൽ വെച്ച് ഔസ് ഖസ്റജ് ഗോത്രക്കാരുമായി ബനു നദീർ ബനു ഖുസ്ഖനുക്കായി ജൂത ഗോത്രക്കാർ തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെടുമ്പോൾ ഔസ് ഖസ്റജ് ഗോത്രക്കാർ മുശ്രിക്കീങ്ങളാണ്. അതേസമയത്ത് ബനു ഖുറൈള ബനു നദീർ അവര് ജൂത ഗോത്രങ്ങളാണ്. ജൂതഗോത്രങ്ങളും ശിർക്ക് ഗോത്രങ്ങളും യസ്രിബിൽ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ജൂതന്മാര് മുശ്രിക്കീങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. എന്താണ് പേടിപ്പിക്കുക? തീർച്ചയായും ഞങ്ങൾക്കൊരു നബി വരാൻ പോകുന്നുണ്ട്, ആ നബി വന്നാൽ ഞങ്ങൾ ആ നബിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കി കളയും. ഈ സന്ദർഭത്തിൽ ഔസ് ഖസ്റജ് ഗോത്രക്കാർ ഇത് കേട്ടപ്പോൾ ആരായിരിക്കും ആ നബി എന്നറിയാനും ആ നബി വന്നാൽ ജൂതന്മാര് കാണുന്നതിന് മുമ്പ് അവരെ കണ്ടുമുട്ടാനും എന്നിട്ട് ആ നബിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ജൂതന്മാർക്കെതിരായിട്ട് സംഘടിപ്പിക്കാനും ഖുറൈശികളും മുശ്രിക്കുകളും തീരുമാനിച്ചു. അപ്പോഴാണ് മക്കത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള വിഷയം അറിഞ്ഞത്. അങ്ങനെയാണ് ഹിജ്റയുടെ 6-ാം കൊല്ലം 12 പേരടങ്ങുന്ന ഒരു സംഘം മദീനത്തിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നത് ഹജ്ജിന് വേണ്ടിയിട്ട്.
അങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ അന്വേഷിക്കുന്നത്, അങ്ങനെയാണ് അഖബയിൽ വെച്ച് നബി തങ്ങളെ കണ്ടുമുട്ടുന്നത്, അങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളുടെ വിഷയങ്ങളും പേരുകളും അറിയുന്നത്. അപ്പോഴവരുടെ മനസ്സിൽ അന്ന് ജൂതഗോത്രക്കാർ പേടിപ്പിച്ച പ്രവാചകൻ ഇതാണെങ്കിൽ അവർ വരുന്നതിന് മുമ്പ് നമ്മൾ ഈ പ്രവാചകനെ അംഗീകരിക്കണം, എന്നിട്ട് ഈ പ്രവാചകന്റെ ശക്തിയിൽ നമുക്ക് അവരോട് പോരാടണം എന്ന് പറഞ്ഞിട്ടാണ് ഈ 12 പേര് മദീനത്തേക്ക് തിരിച്ചു പോയിട്ട് സ്വന്തം ഗോത്രമായ ഔസ് ഖസ്റജ് ഗോത്രത്തിന്റെ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടിയിട്ട് ജൂതന്മാര് പണ്ട് നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുന്ന നബി വന്നിട്ടുണ്ട്, അത് നമ്മളെ കൂട്ടത്തിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഉൾക്കൊള്ളണം. അങ്ങനെയാണ് പിറ്റേത്തെ കൊല്ലം 70 പേര് പോയിട്ട് റസൂലുള്ളാഹി തങ്ങളെ മദീനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിട്ട് വന്നത്. ചരിത്രമായിരിക്കണം അറിയാത്തത്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, നാം നമ്മുടെ കേരളത്തിന്റെ രീതി അനുസരിച്ച് നമ്മുടെ നാട്ടിന്റെ രീതി, നമ്മുടെ നാട്ടിന് പ്രത്യേക രീതിയുണ്ട്. വ്യക്തമായിട്ടും ചരിത്രത്തിൽ മാറി നിൽക്കുന്ന ഒരു ചരിത്രരേഖയാണ് നമ്മുടെ നാട്ടിൽ. കാരണം 1430 കൊല്ലം പഴക്കമുണ്ട് കേരളത്തിൽ ഇസ്ലാം ദീനിന്. ഇറാഖിൽ ഇസ്ലാം എത്തുന്നതിന് മുമ്പ് ഇസ്ലാം എത്തിയ നാടാണ് കേരളം. സിറിയയിൽ ഇസ്ലാം എത്തുന്നതിന് മുമ്പ് ഇസ്ലാം എത്തിയ നാടാണ് കേരളം. ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് അവിടെയൊക്കെ ഇസ്ലാം എത്തുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്ലാം എത്തിയ രാജ്യമാണ് കേരളം. ചരിത്രപരമായി 1430 കൊല്ലത്തെ പരിചയമുണ്ട് കേരളത്തിൽ ഇസ്ലാം ദീനിന്. അതേ സന്ദർഭത്തിൽ ഇറാഖിലും സിറിയയിലും അതുപോലുള്ള രാജ്യങ്ങളിലും ഇസ്ലാം എത്തുമ്പോൾ ഖുർആനും ഹദീസുമാണ് എത്തിയത്. കേരളത്തിൽ ഇസ്ലാം എത്തിയത് ഖുർആനും ഹദീസിനും പകരം ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളാണ് നമുക്ക് ദീനുൽ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ എത്തിച്ചേർന്നത്. എന്താണ് ഇതിന് കാരണം? പ്രാരംഭഘട്ടത്തിൽ അനുഷ്ഠാനപരമായ കാര്യങ്ങൾ, അതിന്റെ നിയമപരമായ കാര്യങ്ങളും പഠിച്ചു മനസ്സിലാക്കി അതിനുശേഷമുള്ള തലമുറകൾ ബിസിനസ്സുകാരായിട്ടും മറ്റും വന്നു ചേർന്നവർ, അതേപോലെ തന്നെ സൂഫിയാക്കളായിട്ടും വന്നു ചേർന്നവർ കർമ്മശാസ്ത്രപരമായ അവസ്ഥയിലൂടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു രീതി കേരളത്തിനുണ്ടായി. ആ കാലഘട്ടത്തിലൊന്നും ഖുർആനും സുന്നത്തും പരിചയപ്പെടുത്തിക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഇസ്ലാമിക അടിസ്ഥാനം ഉണ്ടാക്കി തീർക്കാൻ മെനക്കെട്ടില്ല. അതുകൊണ്ട് എന്തായി? കർമ്മശാസ്ത്രത്തിലൂടെ കടന്നു വന്ന ദീനാണ് കേരളക്കാർക്ക് പരിചയമുള്ളത്. അത് വെച്ചുകൊണ്ടാണ് ഹിജറ 2-3 നൂറ്റാണ്ട് കാലം ലോകവ്യാപകമായി വളർന്ന മുസ്ലിം ഭരണാധികാരികൾ ഷിയ സ്വാധീനത്തോടുകൂടി ഇന്ത്യയിലും ആ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ ഷിയ സ്വാധീനം പൂർണ്ണമായും മുസ്ലിമുകൾക്കിടയിൽ വേരോടുകയും പ്രത്യേകിച്ചിട്ട് മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ വിവാഹബന്ധത്തിലൂടെ പേർഷ്യൻ ഷിയ രാജാക്കന്മാരുമായി കുടുംബബന്ധം ഉണ്ടാകുകയും അങ്ങനെ അവരുടെ സൂഫി ചിന്തയുമായിട്ടുള്ള ഷെയ്ഖുകൾ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും മൊത്തത്തിലും വരാനിടവരികയും അവരുടേതായ സൂഫി ചിന്തകൾ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുകയും അവരുടെ ഷെയ്ഖി ചിന്തകൾ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുകയും ഒപ്പം കർമ്മശാസ്ത്രപരമായ കുറെ മസലകളും നിയമങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയും പരമ്പരാഗതമായി 1200 കൊല്ലത്തോളം ആ ഒരു സമ്പ്രദായം നിലനിർത്തി പോവുകയും ചെയ്തൊരു രാജ്യമാണ് ഇന്ത്യ. കേരള രാജ്യം ചരിത്രം പരിശോധിച്ച് നോക്കി. നാം അതന്ന് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ മുമ്പിൽ. ബഹുമാനമുള്ളവരെ, ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ വേണം നാം ഈ കാര്യത്തെ ചരിത്രപരമായി വിലയിരുത്താൻ. എന്താണ് നമ്മുടെ കഴിഞ്ഞുപോയ തലമുറകളിലെ പണ്ഡിതന്മാർ നമുക്ക് ദീനുൽ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ പരിചയപ്പെടുത്തി തന്നത്? ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ട് അടിസ്ഥാനപരമായി തൗഹീദും ഈമാനും അള്ളാഹുവിന്റെ ഉലൂഹിയത്തും അള്ളാഹിന്റെ റുബൂബിയത്തും അള്ളാഹുവിന്റെ ഖാലിഖിയത്തും മാലിക്കിയത്തും തദബ്ബുരിയത്തും അതേപോലെ തന്നെ അൽ ഇബാദത്തു ലില്ലാഹി വഹിദ, ആ രീതിയിൽ വരുമ്പോൾ തൗഹീദും അത്തൗഹീദിന്റെ അപ്പുറത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലുള്ള തൗഹീദിലെ ഷഹാദത്തും മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്തെ എന്ന റിസാലത്തിലെ ഷഹാദത്തും സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടില്ല, സവിസ്തരം ചർച്ച ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ വഹദാനിയത്ത് നവോത്ഥാന നായകന്മാർ അള്ളാന്റെ തൗഹീദ് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ പണ്ഡിതന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, സാധാരണക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, ചരിത്ര പണ്ഡിതന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങൾ പണ്ടേ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്താ? ഇന്ത്യ രാജ്യത്തിലുള്ള പൂർവീക ജനങ്ങളെപ്പോലെ ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള ഹിന്ദു ജനങ്ങളെപ്പോലെ പരമ്പരാഗതമായി അന്ധവിശ്വാസത്തിലോ ഏതോ ചില ധാരണകളിലോ ഉള്ള ആദിവാസികളെ പോലെയോ ഗ്രാമീണവാസികളെ പോലെയോ ഉള്ളൊരു ജനങ്ങളായിരുന്നു ഖുറൈശികളെന്നും അവർക്ക് അള്ളാഹനെ മെല്ലെ പഠിപ്പിച്ചു കൊടുക്കലാണ് പ്രവാചകന്റെ ജോലിയെന്നും നാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയി. അങ്ങനെയല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു വിഭാഗമാണ് ഖുറൈശികൾ. റിസാലത്തിനെ പറ്റിയും അറിയാവുന്നവരാണ് ഖുറൈശികൾ. അവർ ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടികളാണ്, അവർ ഇസ്മായിൽ നബിന്റെ പേരക്കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായി അറിവുള്ളവരാണ് അവർ. അതുകൊണ്ട് അങ്ങനെ ഒരു ആദിവാസി സ്റ്റൈൽ അവരെ കണ്ടുകൂടാ. ആ ഒരു ചുറ്റുപാടിൽ അള്ളാന്റെ വഹദാനിയത്തും മുഹമ്മദി റിസാലത്തുമാണ് ഖുറൈശി കൂട്ടത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയത് എന്ന് നാം മനസ്സിലാക്കണം.
ബഹുമാനമുള്ള സഹോദരന്മാരെ, അപ്പോൾ ഈമാനിന്റെ രണ്ടാമത്തെ ഭാഗമായ അൽ ഇഖ്റാറു ബിൽ ലിസാൻ എന്നത് ഈമാനിന്റെ വിഭജിക്കാൻ പറ്റാത്ത ഘടകമാണ്. അബൂ താലിബ് ആ രീതിയിൽ അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ തയ്യാറായ ആളാണ്. പക്ഷെ അബൂ താലിബിന് പറ്റിയ കുഴപ്പം എന്താണ്? അയാൾ ഇഖ്റാർ ചെയ്യാൻ തയ്യാറായില്ല. അയാൾ നാവ് കൊണ്ട് പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല. നമ്മൾ ചിലർ പറയുന്നത് പോലെ മനസ്സങ്ങ് നന്നായാൽ മതി, മനസ്സുകൊണ്ട് വിശ്വസിച്ചാൽ മതി, ഗോപാലൻ ഗോപാലനായിട്ട് നിന്നോട്ടെ, നാരായണൻ നാരായണനായിട്ട് നിന്നോട്ടെ, ഉള്ളുകൾ ഇല്ല. വല്ലാഹി പോരാ. മോമിനാകണമെങ്കിൽ തീർച്ചയായിട്ടും ഇഖ്റാറു ബിൽ ലിസാൻ അനിവാര്യമാണ്. അബൂ താലിബിനോട് റസൂലുള്ളാഹി തങ്ങൾ അവസാനത്തും പറഞ്ഞ വാക്കതാണ്. റസൂലുള്ളാഹി തങ്ങൾ തായിഫിലേക്ക് പോകാൻ നേരം അവസാന യാത്ര ചോദിക്കാൻ വേണ്ടി പോയതാണ്. റസൂലുള്ളാഹി തങ്ങൾ മൂത്താപ്പാനോട് അബൂ താലിബോട് പോയിട്ട് യാത്ര ചോദിച്ചു, ഞാൻ പോവാണ് മൂത്താപ്പ തായിഫിലേക്ക്, എൻ്റെ ഉമ്മാന്റെ കുടുംബക്കാർ എന്നെ സഹായിക്കുമെങ്കിൽ എനിക്ക് വല്ല എൻ്റെ ഈ ദൗത്യം പ്രചരിപ്പിക്കാൻ എനിക്ക് വല്ല സഹായം കിട്ടുമോ നോക്കട്ടെ. അപ്പോഴും അബൂ താലിബോട് പറഞ്ഞത്, മൂത്താപ്പ പറ മൂത്താപ്പ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മൂത്താപ്പ, ഇഖ്റാർ ചെയ്തേ പറ്റൂ. മോനെ, ഞാൻ മരിച്ചതിന് ശേഷം ആരെങ്കിലും എന്തെങ്കിലും പറയും വേണ്ട. ബാപ്പ മരിച്ചതിന് ശേഷം ആരെന്തു പറഞ്ഞാൽ എന്താ, ഞാൻ കേൾക്കാൻ എൻ്റെ ചെവി പറഞ്ഞാൽ മതി മൂത്താപ്പ. ഞാൻ ആഖിറത്തിൽ എൻ്റെ അള്ളാന്റെ മുമ്പിൽ ഞാൻ സാക്ഷി പറഞ്ഞോളാം. എൻ്റെ മൂത്താപ്പ ഇഖ്റാർ ചെയ്തിട്ട് തന്നെയാണ് മരിച്ചത് എന്ന് പറ മൂത്താപ്പ. ഇല്ല മോനെ, ഞാൻ പറയില്ല. ഇഖ്റാർ ചെയ്യാൻ വിസമ്മതിച്ച അബൂ താലിബിന്റെ കാര്യത്തിൽ അല്ലാഹു തആല കടുകടുത്ത നടപടിയെടുത്തു. എന്താണ് നടപടി? ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. ഓ മുഹമ്മദ്, അബൂ താലിബിന്റെ കാര്യത്തിൽ കൂടുതൽ മെനക്കെടണ്ട. അബൂ താലിബിനെ ഹിദായത്ത് നൽകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, വിട്ടേക്ക്. നമ്മൾ വേറൊരു കാര്യം കൂടി ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഖ്ലാഖ് നന്നായാൽ മതി, സംസ്കാരം നന്നായാൽ മതി, അങ്ങനെ സ്വഭാവം നന്നായാൽ മതി, അതാണ് ദീൻ. അല്ല, പോരാ. എന്താണ് അബൂ താലിബിന്റെ അഖ്ലാഖിന്റെ കുഴപ്പം? അറബികളെ ഖുറൈശികളെ ചരിത്രത്തിൽ ഇത്രയും നല്ല അഖ്ലാഖുള്ള ഒരു വ്യക്തി അബൂ താലിബിനെ പോലെ വേറെ ആരുമില്ല. അബൂ താലിബ് മദ്യപാനിയായിരുന്നില്ല. അബൂ താലിബ് പെമ്മക്കളെ ജീവനോടെ കുഴിച്ചുമൂടി കൊന്നിട്ടില്ല. അബൂ താലിബ് പലിശക്കച്ചവടക്കാരനായിരുന്നില്ല. അബൂ താലിബ് ചൂതാട്ടക്കാരനായിരുന്നില്ല. സൽസ്വഭാവിയായിരുന്നു, മാന്യനായിരുന്നു, തറവാട്ടുകാരനായിരുന്നു, അന്തസ്സുള്ള കുടുംബക്കാരനായിരുന്നു. ഖുറൈശികൾക്ക് എന്തുകൊണ്ടും അറിയപ്പെട്ട ആളായിരുന്നു. വേണ്ട, അഷ്റഫുൽ ഖൽക്കിന്റെ കഫാലത്ത് ഏറ്റെടുക്കാൻ അള്ളാഹ് തെരഞ്ഞെടുത്തത് അബൂ താലിബിനെയായിരുന്നു. അലം യജിദ്ക യതീമൻ ഫആവാ. ആ ആയത്തിന്റെ തഫ്സീർ ഐ ആവാ ഇലാ അമ്മിഹി അബീ താലിബ് എന്നാണ്. അലം യജിദ്ക യതീമ, നിങ്ങൾ യതീമായിരുന്നില്ലേ മുഹമ്മദ് നബിയെ? നിങ്ങളെ ബാപ്പ മരിച്ചു നേരത്തെ, ഉമ്മയും മരിച്ചു നേരത്തെ, ഉപ്പുപ്പ അബ്ദുൽ മുത്തലിബ് മരിച്ചു നേരത്തെ. എന്നിട്ട് നിങ്ങളെ ഞാൻ പാഴാക്കിയില്ലല്ലോ, നിങ്ങളെ നല്ല വ്യക്തമായ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചില്ലേ? അലം യജിദ്ക യതീം ഫആവാ, നിങ്ങളെ ഞാൻ പൂർണ്ണമായി ഏറ്റെടുക്കുകയും ചെയ്തില്ലേ? ഐ ആവാ ഇലാ അമ്മിഹി അബീ താലിബ്, നിങ്ങളെ മൂത്താപ്പാന്റെ കയ്യിൽ സുരക്ഷിതമായി നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചില്ലേ എന്ന് അള്ളാഹ് പറഞ്ഞു നബി നിങ്ങളോട്. എന്നുവെച്ചാൽ അള്ളാഹുവിന്റെ അടുക്കലും അബൂ താലിബിന്റെ അഖ്ലാഖ് അംഗീകരിക്കപ്പെട്ടതാണ്. പക്ഷേ ഹിദായത്ത് അല്ലാഹു തആല കൊടുത്തില്ല. എന്തുകൊണ്ട്? അല്ലാഹു അഅലം, നമുക്കറിയില്ല. അതേ സന്ദർഭത്തിൽ ഖുറൈശി കൂട്ടത്തിൽ ഒരഖ്ലാഖും ഇല്ലാത്ത ആളാണ് ഖത്താബിന്റെ മകൻ ഉമർ. നാം മനസ്സിലാക്കണം. ആരാണ് ഖത്താബിന്റെ മകൻ ഉമർ? കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെ, ആണ് മുതൽ പെണ്ണ് വരെ, മുസ്ലിം കംപ്ലീറ്റ് ആൾക്കാർ വെറുത്തൊരു വ്യക്തിയായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ. ഖത്താബിന്റെ മകൻ ഉമറിനെ പോലെയുള്ള ഒരു മദ്യപാനി മക്കത്തുണ്ടായിരുന്നില്ല. ഖത്താബിന്റെ മകൻ ഉമറിനെ പോലെ ഇത്രയും പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിക്കൊന്ന ആളുണ്ടായിട്ടില്ല. ചരിത്രം പറയുന്നു 9ഓളം പെൺകുട്ടികളെ കുഴിച്ചു മൂടിക്കൊന്നിട്ടുണ്ട് ഖത്താബിന്റെ മകൻ ഉമർ. മക്ക വഴി പോകുന്ന കച്ചവട സംഘത്തെ കൊള്ളയടിക്കാതിരുന്നിട്ടില്ല ഖത്താബിന്റെ മകൻ ഉമർ. നാട്ടിലെ ഏറ്റവും വലിയ പലിശ കച്ചവടക്കാരനാണ് ഖത്താബിന്റെ മകൻ ഉമർ. നാട്ടിലെ അഗ്രഗണ്യനായ ചൂതാട്ടക്കാരനാണ് ഖത്താബിന്റെ മകൻ ഉമർ. അവസാനം പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അഷ്റഫുൽ ഖൽക്കിനെ കൊല്ലാൻ കുതിരയും കൂട്ടി കുതിരയെപ്പുറത്ത് വാളുമായിട്ട് പുറപ്പെട്ട ആളാണ് ഖത്താബിന്റെ മകൻ ഉമർ. അത്രമാത്രം അപകടകാരിയാണ് ഖത്താബിന്റെ മകൻ ഉമർ. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ ഒരു സുപ്രഭാതത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള തസ്ദീഖ് ഉണ്ടായി. ആ തസ്ദീഖ് പരസ്യമായി ഇഖ്റാർ ചെയ്യുകയും ചെയ്തു. ഒളിപ്പിച്ചു വെച്ചില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഇഖ്റാർ ചെയ്തു. ആ ഇഖ്റാർ അല്ലാഹു തആല അംഗീകരിച്ചു. ബഹുമാനമുള്ള സഹോദരന്മാരെ, അഖ്ലാഖ് നന്നായ പോരെ, സ്വഭാവം നന്നായ പോരെ. ചില ആൾക്കാർ, ഞാനൊരു കാര്യം കൂടി പറയട്ടെ. സാധാരണ മുസ്ലിങ്ങളിൽ നിന്ന് കേട്ടുവന്നൊരു രീതിയാണ്, അവൻ മറ്റ് മതക്കാരനാണ്, നല്ല സ്വഭാവമാണ്, വിശ്വസ്തനാണ്, അവനെ കച്ചവടത്തിന് കൂറുകൂട്ടാൻ കൊള്ളാം.
ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ നമുക്ക് പരിചയമുണ്ട്. അതേവസരം പടിഞ്ഞാറ് യൂറോപ്പിൽ നിന്ന് വന്നിട്ട് എന്താണ് അവൻ്റെ സ്വഭാവം, എന്താണ് അവൻ്റെ രീതി? അതേസരം യുവമാരോ ഈ രീതിയിൽ നാം വേർതിരിക്കാറുണ്ട്? ഇല്ല, ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. എത്ര ദുസ്വഭാവം സംഭവിച്ചാലും, എത്ര മോശത്തരം സംഭവിച്ചാലും ആദ്യം അല്ലാഹു തആല അളക്കുന്നത് അവന്റെ ഈമാനാണ്. ഈമാന്റെ വളർച്ചയ്ക്കുള്ളതാണ് അഖ്ലാഖ്. ഈമാൻ കിട്ടാനുള്ള ഷർത്തല്ല അഖ്ലാഖ്. കിട്ടിയ ഈമാൻ വളർത്തിക്കൊണ്ടുപോകാനുള്ളതാണ്, ഇസ്തിഖാമത്തിന് വേണ്ടിയുള്ളതാണ് അഖ്ലാഖ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതേ അവസരത്തിൽ ഈമാന്റെ അംഗീകാരം അത് അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ്. അത് നാളെ അള്ളാഹുവിന്റെ മുമ്പിലെത്തിയിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒരു കാരണവശാലും ഒരു മുവഹിദായ മനുഷ്യനെ ഒരു മുശ്രിക്കായ മനുഷ്യനുമായി താരതമ്യം നടത്തി അവനാണ് ഇവനേക്കാൾ നല്ലവനെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അത് നമ്മുടെ ഈമാൻ ഒന്നിക്കൽ സസ്പെൻഡായി പോകാൻ അല്ലെങ്കിൽ ഡിസ്മിസായി പോകാൻ കാരണമായി തീരും. അള്ളാഹു എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇത് അള്ളാഹുവിൽ നിന്നുള്ള കാര്യമാണ് ഈമാൻ, അള്ളാഹുവിന്റെ ഏർപ്പാടാണ് ഈമാൻ. അത് നമ്മൾ വെറുതെ ഇങ്ങനെ ചർച്ച ചെയ്ത് അത് ക്ലാസ് നടത്തി അല്ലെങ്കിൽ ഗവേഷണം ചെയ്ത് അല്ലെങ്കിൽ റിസർച്ച് ചെയ്ത് എന്നിട്ട് ഈമാൻ പഠിക്കുക, എന്താ പറയാ, എന്നൊക്കെ എന്തൊക്കെയോ പേരിങ്ങനെ ഇടുകയാണ്. ഇല്ല, ഇത് അള്ളാഹുവിൽ നിന്നുള്ളൊരു വരമാണ് ഈമാൻ. ബാക്കിയുള്ളത് ഈമാനിന്റെ പേരിൽ കിട്ടേണ്ടതാണ്. അത് നാളെ ആഖിറത്തിലെത്തിയാൽ ഏതിനാണ് വില എന്ന് തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഈമാന്റെ വില എന്താണെന്ന് കാണിച്ചു തരാൻ, ബോധ്യപ്പെടുത്തി തരാൻ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അപ്പൊ അൽ ഇഖ്റാറു ബിൽ ലിസാൻ, അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് പ്രഖ്യാപിക്കുക എന്നത് ഈമാന്റെ രണ്ടാമത്തെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ തസ്ദീഖുണ്ട് എന്നതുകൊണ്ട് അവനെ അള്ളാഹു മുഅ്മിനായി പരിഗണിക്കുകയില്ല. അവൻ നാവ് കൊണ്ട് ഇഖ്റാറും കൂടി ചെയ്യണം, എന്നാലേ മുഅ്മിനായി പരിഗണിക്കുകയുള്ളൂ. മൂന്നാമത്തെ വിഷയം അൽ അമലു ബിൽ ജവാരിഹ്, അവയവങ്ങളെ കൊണ്ട് അമൽ ചെയ്യലാണ്. നാവ് കൊണ്ട് ഏതൊരു കാര്യമാണോ പ്രസ്താവിച്ചിരിക്കുന്നത് ആ പ്രസ്താവിച്ച വിഷയം അവയവങ്ങളെ കൊണ്ട് സാക്ഷിയാക്കുക എന്നത് ഈമാന്റെ മൂന്നാമത്തെ ഭാഗമാണ്. ഇതെല്ലാം കൂടി നമുക്ക് ഹദീസിന് അർത്ഥം വെച്ചാൽ മനസ്സിലാവും. അൽ ഈമാൻ ബിളഉൻ വസബഊന ശുഅബ, ഈമാൻ 70 ചില്ലാൻ ശാഖകളാണ്. അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കലാണ്. വഅദ്നാഹാ, ഏറ്റവും താഴ്ന്ന കടയിലുള്ളത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് കച്ചറകൾ നീക്കലാണ്. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ലജ്ജ ഈമാന്റെ ഒരു ഭാഗവും കൂടിയാണ്. ഇവിടെ 3 വിഷയം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഒന്ന് ഖൽബുമായിട്ട് ബന്ധപ്പെട്ടതാണ്, 2 നാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മൂന്നാമത്തത് ജവാരികളുമായി അവയവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നാവുമായിട്ട് ബന്ധപ്പെട്ടത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രസ്താവിക്കലാണ്. ഖൽബുമായിട്ട് ബന്ധപ്പെട്ടത് ഹയാ ആണ്, ലജ്ജ അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിക്കേണ്ടതല്ല, നാവ് കൊണ്ട് കാണിക്കേണ്ടതുമല്ല, അത് ഹൃദയത്തിൽ നിന്ന് വരേണ്ട ഒരു അഖ്ലാഖാണ് ലജ്ജ. ലജ്ജ എന്നത് ഹൃദയത്തിൽ ഉണ്ടായിത്തീരേണ്ട ഒരു വിശേഷണമാണ്. അത് വേണം നാവിലൂടെ അവയവങ്ങളിലൂടെ പുറത്തേക്ക് വരാൻ. ലജ്ജ ഇല്ലാത്തവന്റെ അവയവങ്ങൾ സ്വതന്ത്രമായിരിക്കും, എന്തും ചെയ്യും. നാവ് സ്വതന്ത്രമായിരിക്കും, എന്തും പറയും. കണ്ണ് സ്വതന്ത്രമായിരിക്കും, എന്തും കാണും. ചെവി സ്വതന്ത്രമായിരിക്കും, എന്തും കേൾക്കും. ഇതെല്ലാം കൂടി കൺട്രോൾ ചെയ്യാനുള്ള ഒരു ആയുധമാണ് അൽ ഹയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഈമാന്റെ ഭാഗത്തെപ്പെടുത്തിയത്, അത് അഅ്മാലിന്റെ കൂട്ടത്തിൽപ്പെടുത്തിയില്ല. അതേ അവസരത്തില് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ് 70ാമത്തെ ബിളഉൻ വസബഊൻ 70ാമത്തെ ഈമാൻ വഴിയിൽ നിന്ന് കച്ചറകൾ നീക്കലാണ്. അപ്പോഴാണ് റോഡിന്റെ കാര്യം, പാലത്തിന്റെ കാര്യം, തോട്ടിന്റെ കാര്യം, കുളത്തിന്റെ കാര്യം എല്ലാം നമ്മുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നത്. അത് ഈമാന്റെ 70ാമത്തെ കാര്യമാണ്. ഒന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചിലർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് 70ാമത്തതാണ്, റോഡും പാലവും നന്നാക്കൽ ഒന്നാമത്തതാണ്. ശരിയാവില്ല, അത് തെറ്റായൊരു ധാരണയാണത്. ആ ധാരണ തിരുത്തിയേ പറ്റൂ. ബഹുമാനമുള്ളവരെ, അത് വേണ്ടാന്നല്ല അതിന്റെ അർത്ഥം. ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ഉദാഹരണം മാത്രമാണ്, മനസ്സിലാക്കുന്നവർക്ക് മാത്രമുള്ള ഉദാഹരണം. ഒരാള് തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരേക്ക് കാറിൽ പുറപ്പെടുകയാണ്. രാവിലെ 8 മണിക്ക് തലശ്ശേരിയിൽ നിന്ന് കാറ് വിട്ടു, അയാൾ സ്വന്തം ഓടിച്ചിട്ട് പോവുകയാണ്.
പോന്ന പോക്ക് ധർമ്മടത്തെത്തിയപ്പോൾ തെങ്ങിൽ നിന്നൊരു മട്ടല് റോട്ടിൽ വീണ് കിടക്കുന്നു. അയാൾ വണ്ടി വെട്ടിച്ച് കണ്ണൂരേക്ക് പോയി. വൈകുന്നേരം 4 മണിക്ക് കാറും കൊണ്ട് അയാൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ധർമ്മടത്ത് അതേ മട്ടല് ആ റോട്ടിൽ കിടക്കുന്നു. ഇതിൽ നിന്നൊരു മൂമിന് മനസ്സിലാക്കേണ്ട വിഷയം എന്താ? ഒരു മൂമിന് മനസ്സിലാക്കേണ്ട വിഷയം, രാവിലെ 8 മണിന്റെയും വൈകുന്നേരം 4 മണിന്റെയും ഇടയിൽ ഒരു മൂമിൻ ആ റോട്ടിലൂടെ യാത്ര ചെയ്തിട്ടില്ല. ഒരു മൂമിൻ ആ റോട്ടിലൂടെ യാത്ര ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ആ രീതിയിൽ ഈമാൻ നാം പഠിച്ചേ പറ്റൂ. അപ്പൊ നമ്മളെന്താ ചിന്തിക്കുക? അതിനല്ലേ മുനിസിപ്പാലിറ്റി, അതിനല്ലേ പഞ്ചായത്ത് ശമ്പളം കൊടുക്കുന്നില്ലേ? ഇതൊന്നും ഒരു മൂമിനെ സംബന്ധിച്ചോളം വിഷയമല്ല. ഒരു മൂമിനെ സംബന്ധിച്ചോളം കാറ് സൈഡാക്കുക, ആ മട്ടലെടുത്തിട്ട് മാറ്റുക, അത് ഈമാൻ. ഈമാൻ തത്തുല്ലാദാനി തരീ. അപ്പോൾ നമ്മൾ ഇപ്പൊ ഈ കൊടുത്ത് ഞാനോ നിങ്ങളോ ഈ പറഞ്ഞ എനിക്ക് പോലും പലപ്പോഴും ഒന്നും പറ്റാറില്ല. ഞാനോ നിങ്ങളോ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ വഴിയിൽ ഒന്നിക്കൽ ഒരു പട്ടി എത്ത് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു പൂച്ച എത്ത് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു മട്ടല വീണിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ കൺമുമ്പിൽ പെട്ടത് ജവാരിഹ് കൊണ്ടുള്ള ഈമാൻ അള്ളാഹു പരീക്ഷിക്കുകയാണ്. പരീക്ഷണത്തിൽ ജയിച്ചാൽ തീർച്ച അള്ളാഹുവിന്റെ അടുക്കൽ നല്ല മാർക്ക് കിട്ടും. അഥവാ നാം വെട്ടിച്ചു പോയാൽ തീർച്ചയായും ആ 70ാമത്തെ ശാഖയിൽ നാം തോറ്റു എന്ന് മനസ്സിലാക്കണം. അത്ര കറക്റ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈമാൻ. അപ്പോൾ 3 കാര്യത്തിലും ഈമാൻ ഒതുങ്ങണം. 3 കാര്യത്തിൽ അത്തസ്ദീഖു ബിൽ ഖൽബ് വൽ ഇഖ്റാറു ബിൽ ലിസാൻ വൽ അമലു ബിൽ ജവാരിഹ്. ഇത് 3ലും ഒതുങ്ങണം. ഒരാള് രാവിലെ കുടുംബത്തെ എല്ലാം കൂട്ടിയിട്ട് യാത്രക്ക് വേണ്ടി പോവാൻ വേണ്ടി ഇറങ്ങാൻ പോവുക. ഡ്രസ്സെല്ലാം മാറ്റി കുളിച്ച് വൃത്തിയാക്കി ഡ്രസ്സെല്ലാം മാറ്റി ഇറങ്ങാൻ വേണ്ടി പോവുക. അപ്പോഴതാ ഒരു കോളിംഗ് ബെൽ, ഒരു ബെല്ല്. നോക്കുമ്പോഴേക്ക് ഒരു പാർട്ടി കാറിൽ വന്നിറങ്ങുന്ന ഒരു വിരുന്നുകാര്, എന്നൊക്കെ കൂട്ടുകാര് അല്ലെങ്കിൽ ബന്ധുക്കള്, കുറെ വർഷമായിട്ട് പരിചയമുള്ള ഒരാളാണ്, കുറച്ച് കാലമായി കണ്ടിട്ട് അവർ വന്നിറങ്ങുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഈ വീട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേറൊരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് വിരുന്നുകാര് കടന്നു വരുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മോമിനിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിന്റെ ഈമാൻ ചെക്ക് ചെയ്യാൻ ഒരു അവസരം അല്ലാഹു ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നിന്റെ മനസ്സിൽ ഇപ്പോഴാണോ വരാൻ കണ്ടത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വല്ലാഹി നിന്റെ ഈമാന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് അൽഹംദുലില്ലാ മർഹബ, ഞാനൊരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു, വിരുന്നുകാരേതായാലും വന്നതുകൊണ്ട് ഞാൻ യാത്ര ഒഴിവാക്കി. നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ നന്നായി അറിയുന്നവൻ നീയാണ്. എന്നിട്ട് നീ അവരെ സ്വീകരിക്കാൻ തയ്യാറായാൽ വല്ലാഹി നിന്റെ ഈമാൻ അതിന്റെ പൊസിഷനിൽ തന്നെ കിടക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ്. തെളിവ് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു. അതിനാണ് വെച്ചത്. നല്ലത് വിരുന്നുകാരെ കുറെ ചാപ്പാടടുപ്പിച്ചു കൊടുത്തിട്ട് വിടാനല്ല വെച്ചത്. അത് നിന്റെ ഈമാൻ ചെക്ക് ചെയ്യാനുള്ളതാണ് വിരുന്നുകാർ. നിന്റെ ഈമാൻ ചെക്ക് ചെയ്യാനുള്ളതാണ് വിരുന്നുകാർ. മൻ കാന യുഅ്മിനു ബില്ലാഹി, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വൽ യൗമിൽ ആഖിർ, ആഖിറത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഫൽയുക്രിം ലൈഫ, വിരുന്നുകാരെ ആദരിച്ചു കൊള്ളട്ടെ. ഇവിടെ അവർക്ക് അവർക്ക് തിന്നാൻ കൊടുത്തോളട്ടെ, ഉറങ്ങാൻ കൊടുത്തോളട്ടെ ഒന്നും വലിയ മറ്റു വിഷയമാണ്. ഇവിടെ ഇക്റാം വെച്ചത് നിന്റെ ഈമാന്റെ അളവ് പോലെ. നിന്റെ ഈമാന്റെ അവസ്ഥ എവിടെ കിടക്കുന്നു നിനക്ക് മനസ്സിലാക്കാൻ, ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനല്ല, എനിക്ക് എന്റെ ഈമാൻ അളവ് മനസ്സിലാക്കി കൊടുക്കാൻ. എന്റെ മനസ്സിൽ ഇപ്പോഴാണോ ഇവൻ വരാൻ കണ്ടത്, എങ്ങനെ ഒരു ഗ്ലാസ് ചായം വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് വിടാം. അടുക്കളയെ പറ്റി പെണ്ണുകൾ പറഞ്ഞു ഇവന്മാര് വരാൻ കണ്ട സമയം, ശരി പെട്ടെന്ന് ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് അല്ലാഹു സല്ലി അലൈഹി വസല്ലം ഞങ്ങൾക്ക് പെടുത്തത് ഇല്ല. ഒരു മൂമിന് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, അതേപോലെ തന്നെ പലതും അയൽവക്കത്തെ വീട്ടിൽ നിന്ന് മരത്തിന്റെ ഇലകൾ ഇപ്പുറത്തെ വീട്ടിൽ തന്നെയാണ് വീഴുന്നത്, അല്ലെങ്കിൽ തെങ്ങിന്റെ ഓല ഇപ്പുറത്തേക്കാണ് വരുന്നത്. പലപ്പോഴും അവർക്ക് നസീഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവരനുസരിക്കാൻ തയ്യാറാകുന്നില്ല. ഈ സമയത്ത് ചിന്തിക്കേണ്ട വിഷയം എന്താ? ഇവിടെ 2 കൂട്ടക്കാർക്കും അവരുടെ ഈമാന്റെ ടെസ്റ്റിംഗ് നടക്കുകയാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ലാ യുഅ്ദി ജീറാന. അല്ലാഹുവിലുള്ള ഈമാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ
ആഖിറത്തിലുള്ള ഈമാൻ ഉണ്ടെങ്കിൽ അവൻ അയൽവക്കക്കാരെ ദ്രോഹിക്കാതിരിക്കട്ടെ. എന്ന് വെച്ചാൽ അയൽവക്കക്കാരുമായിട്ടുള്ള പ്രശ്നത്തിൽ നീ എന്ത് നയം സ്വീകരിക്കുന്നു എന്ന് നിന്റെ ഈമാന്റെ അളവ് പോലെ, നിന്റെ ഈമാന്റെ അളവ്. അവിടെ ന്യായങ്ങളെ പറ്റി കസർത്തർത്തലോ കോടതി പോക്കോ അല്ല വിഷയം. ഇത് നിന്റെ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് നീ ചെക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം ഈമാനെ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രപരമായി പരിശോധിച്ചാൽ തന്നെ ചരിത്രത്തിന്റെ തുടക്കം മുതൽക്കേ മനുഷ്യൻ എന്ന സൃഷ്ടിയെ വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അല്ലാഹു തആല വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. അള്ളാഹുവിന്റെ ഇടപെടലുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, അള്ളാഹുവിന്റെ ഇടപെടലുകൾ പ്രാവർത്തിക രീതിയിൽ, പ്രഖ്യാപന രീതിയിൽ, അതേപോലെ തന്നെ ഹൃദയത്തിൽ സത്യമാക്കുന്ന തസ്ദീഖിന്റെ രീതിയിൽ ആകെ മൊത്തം ഒരു ചർച്ച മനുഷ്യനെ വെച്ചുകൊണ്ട് കളിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ തീരുമാനിച്ചത്. ജിന്നുകൾ അതിന്റെ ഭാഗമല്ല എന്ന് കണ്ടപ്പോൾ അവരെ അശേഷം അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. 100% നശിപ്പിച്ചില്ല. കാരണം എന്താണ്? ലലാലത്തിന്റെ വഴി മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ആള് വേണം. അത് മനുഷ്യന്റെ ഇക്റാമിനെതിരാണ് ലലാലത്തിന്റെ വഴി അവരെ ഏൽപ്പിക്കല്. അതുകൊണ്ട് അല്ലാഹു ജിന്നുവർഗത്തിൽ നിന്ന് ഒരാളെ ഏൽപ്പിച്ചതാണ് ശൈത്താൻ. എന്തുകൊണ്ടാണ് ജിന്നുവർഗത്തിൽ നിന്ന് ഒരാളെ ഏൽപ്പിക്കാൻ കാരണം? മനുഷ്യനെ ഇക്റാം ചെയ്തിട്ടുണ്ട് അല്ലാഹു തആല. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതി ഇക്റാമുള്ളവനാണ്. ആ ഇക്റാമിനെതിരാണ് ലലാലത്തിന്റെ ജോലി അവരെ ഏൽപ്പിക്കുക എന്നുള്ളത്. അല്ലാഹു അക്ബർ. വഫൗക കുല്ലി ദി ഇൽമിൻ അലീം. എല്ലാ അറിവാക്കന്മാർക്കും മുകളിൽ ഒരു അറിവുള്ളവനുണ്ടവൻ അല്ലാഹുവാണ്. എല്ലാ കാര്യകർത്താക്കൾക്കും മുകളിൽ ഒരു കാര്യകർത്താവുണ്ടവൻ അല്ലാഹുവാണ്. എല്ലാറ്റിനും മുകളിലുള്ളവൻ വളരെ കൃത്യമായി കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് തറക്കുബ് ചെയ്യുന്നവനാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. നിരീക്ഷണം നടത്തി കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ഒന്നും വിട്ടുപോകില്ല. മിസ്കാലു ദർറ, ഒരു അണുമണി തൂക്കം അള്ളാഹുവിന്റെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകുന്ന പ്രശ്നമില്ല. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചൊരു വിഷയമായിരിക്കും, അതിന്റെ തുടർച്ചയായിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകുക. എന്നാലും ആ കോടിക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ വിഷയത്തിൽ നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഒരണ്ണുവളവ് നീങ്ങിപ്പോവുകയോ തെറ്റിപ്പോവുകയോ ചെയ്യുകയില്ല. അത്ര കറക്റ്റായിട്ട് അല്ലാഹു തആല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ആ രീതിയിൽ അല്ലാഹു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ അല്ലാഹു നടപ്പിൽ വരുത്തുന്ന ചില സംഭവങ്ങളുടെ കനികൾ മാത്രമായിരിക്കും മനുഷ്യരായ നമ്മുടെ ജീവിതാനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ് ജീവിതത്തിന്റെ അനുഭവങ്ങൾ? ചിലപ്പം ഗുണമായിരിക്കാം, ചിലപ്പോൾ ഗുണക്കേടായിരിക്കാം, ചിലപ്പോൾ ഖൈറായിരിക്കാം, ചിലപ്പോൾ ഷർറായിരിക്കാം, ചിലപ്പോൾ ആരോഗ്യമായിരിക്കാം, ചിലപ്പോൾ രോഗമായിരിക്കാം, ചിലപ്പോൾ നഷ്ടമായിരിക്കാം, ചിലപ്പോൾ ലാഭമായിരിക്കാം, ചിലപ്പോൾ സന്തോഷമായിരിക്കാം, ചിലപ്പോൾ ദുഃഖമായിരിക്കാം. ഇതൊന്നും എന്റെ ബഹുമാനമുള്ളവരെ യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല, അങ്ങായിപ്പോകുന്നതുമല്ല. യാദൃച്ഛികത എന്നൊരു സംവിധാനം അള്ളാഹുവിന്റെ സംവിധാനത്തിൽ ഇല്ല. തൽക്കാലത്തേക്ക് എന്നുള്ള സംവിധാനം അള്ളാഹിന്റെ സംവിധാനത്തിൽ ഇല്ല. അള്ളാഹുവിന്റെ സംവിധാനം വളരെ കറക്റ്റായതാണ്, വളരെ കൃത്യമായതാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ശരി, അത് അള്ളാഹുവിന്റെ നിശ്ചയ കണക്കനുസരിച്ച് അള്ളാഹ് സംഭവിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ ഞാൻ ഉദാഹരണത്തിന്, ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരുത്തനാണ്, അല്ലെങ്കിൽ ഗൾഫിൽ കച്ചവടം ചെയ്യുന്ന ഒരുത്തനാണ്. എന്റെ കച്ചവടത്തില് ലാഭങ്ങൾ വരാം, നഷ്ടങ്ങൾ വരാം, പലതും സംഭവിച്ചെന്ന് വരാം. ഇതൊന്നും തന്നെ നമ്മളുമായി മാത്രം ബന്ധപ്പെട്ട സംഭവമായിരിക്കുകയില്ല. ചിലപ്പോൾ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു തുടങ്ങി വെച്ച ഒരു സംഭവത്തിന്റെ തുടർച്ചയിൽ വരുന്ന ഒരു കണിക മാത്രം നമ്മളിലൂടെ കടന്ന് പിന്നെയും വിഷയം മുന്നോട്ട് പോകും. നാം അതിൽ ഭാഗവാക്കാകുന്നത് 1-2 സംഭവത്തിനായിരിക്കും. ആയിരക്കണക്കിന് സംഭവങ്ങളുടെ ഇടയിൽ വരുന്ന ഒരു 2 സംഭവത്തിന് നാം സാക്ഷിയാകുന്നു. അപ്പോഴേക്കും നമ്മളെ സമയം പൂർത്തിയാക്കിയിട്ട് നമ്മൾ പോകും. പക്ഷെ ആ സംഭവം ഇവിടെ വീണ്ടും തുടരും. ഇനിയും 100, 500, 1000 കൊല്ലം നീണ്ടു നിൽക്കും. ഇതെല്ലാം പരസ്പരം തലയും പാലും മുട്ടിച്ച് കണക്ക് പറയിൽ എവിടെയായിരിക്കും? ആഖിറത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഹിസാബ് അല്ലാഹു അപ്പുറത്തേക്ക് വെച്ചത്. കണക്ക് ചോദ്യം അപ്പുറത്തേക്ക് വെക്കാൻ കാരണം, ഒരു 10 കൊല്ലത്തെയോ 20 കൊല്ലത്തെയോ കണക്ക് പറഞ്ഞെങ്കിലേ എനിക്കും നിങ്ങൾക്കും അതിന്റെ നീതി അന്യായം കിട്ടുള്ളൂ. ഇല്ല, 1000 കൊല്ലം മുമ്പ് തുടങ്ങിയ സംഭവത്തിന്റെ തുടർച്ചയായിരിക്കും ഞാനും നിങ്ങളും നടന്നിട്ടുണ്ടാകുക. ഇനിയും 1000 കൊല്ലം ആ സംഭവം നീണ്ടു നിൽക്കണം. അതിലൊരു കരു മാത്രമായിരിക്കും നമ്മളെ വെച്ചുകൊണ്ട് ഹിസാബ് ചെയ്താൽ ഹിസാബ് പൂർത്തിയാവില്ല. അതുകൊണ്ട് തന്നെ ഹിസാബ് നാളത്തേക്ക് വെച്ചു അല്ലാഹു തആല. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. അല്ലാഹുവിനെ പറ്റി നാം പഠിച്ചേ പറ്റൂ, അള്ളാഹുവിനെ പറ്റി നാം അറിഞ്ഞേ പറ്റൂ. ചുരുക്കത്തിൽ എൻ്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ പ്രാവശ്യം നാം പറഞ്ഞു വെച്ച വിഷയം
ആ വിഷയത്തിന് ഒന്നും കൂടി ബലം നൽകാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എന്താണ് നമ്മൾ പറഞ്ഞു വെച്ച വിഷയം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഖ്ലൂക്കുകളിൽ നിന്ന് തൗഹീദ് ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ ഉദ്ദേശിച്ചു. അതൊരു ചർച്ചാ വിഷയമാക്കാൻ ഉദ്ദേശിച്ചു. മലക്കുകൾക്കിടയിൽ തൗഹീദ് ചർച്ചാ വിഷയമല്ല. ചർച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത വേറൊരു സൃഷ്ടി ജിന്നുകളാണ്. അവരതിന് കൊള്ളാത്തത് കൊണ്ട് അള്ളാഹു അവരെ പൂർണ്ണമായും ഇല്ലാതാക്കി. പിന്നെ മൃഗങ്ങൾ, ജന്തുജീവികൾ, അവരും തൗഹീദ് ചർച്ചയ്ക്ക് വെച്ച സൃഷ്ടികളല്ല. പിന്നെ പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, അവകളും തൗഹീദ് ചർച്ചയ്ക്ക് വെച്ച സൃഷ്ടികളല്ല. പിന്നെ സൂര്യ, ചന്ദ്ര, നക്ഷത്രാദി ഗോളങ്ങൾ, അവകളും തൗഹീദിന്റെ ചർച്ചയ്ക്ക് വെച്ച സൃഷ്ടിയായിട്ടല്ല അള്ളാഹു നിർമ്മിച്ചത്. മറിച്ച് അവരുടെ നിലനിൽപ്പിൽ തൗഹീദിനെ ഇന്ധനമാക്കിയിട്ടുണ്ട് അള്ളാഹു താല. സൂര്യൻ എന്ന ഗോളം കോടിക്കണക്കിന് കൊല്ലം മുമ്പ് അതിനെ നിർമ്മിച്ച് തുടങ്ങിവിട്ട അള്ളാഹു താല എത്ര കൊല്ലം അത് നിലനിൽക്കുമോ അത്രയും കാലം അള്ളാഹു അല്ലാത്തൊരു വ്യക്തിയെ സൂര്യൻ ആശ്രയിക്കുന്ന പ്രശ്നമില്ല. അള്ളാഹു അല്ലാത്തൊരു ശക്തിയെ സൂര്യൻ ആശ്രയിക്കുന്ന പ്രശ്നമില്ല. അള്ളാഹു അല്ലാത്തൊരു വസ്തുവിനെ സൂര്യൻ ആശ്രയിക്കുന്ന പ്രശ്നമില്ല. പ്യൂർ 100% അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സൃഷ്ടിയാണ് സൂര്യൻ. അതേപോലെ ചന്ദ്രൻ, അതേപോലെ ചന്ദ്രങ്ങൾ, നക്ഷത്രങ്ങൾ, അതേപോലെ തന്നെ ഭൂമി, അതേപോലെ സമുദ്രം, അതേപോലെ കര, അതേപോലെ കടൽ. അല്ലാഹു തആല എന്താ പറഞ്ഞു? ഹുവല്ലദീ ഖലഖ അല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഭൂമിയെ നിങ്ങൾക്ക് ഞാൻ മെരുക്കമുള്ളതാക്കി തന്നിരിക്കുന്നു, ഇണക്കമുള്ളതാക്കി തന്നിരിക്കുന്നു. അതിന്റെ മേലെ എത്രയോ തട്ട് ബിൽഡിംഗ് നിങ്ങൾക്ക് പൊക്കാം. അതിന്റെ താഴെ എത്രയോ കിലോമീറ്റർ ആഴത്തിലേക്ക് ഗർത്തങ്ങൾ കുഴിച്ചിട്ട് നിങ്ങൾക്ക് ബിൽഡിങ്ങുകളും കോട്ടകളും പണിയാം. ഭൂമി നിങ്ങളോട് പ്രതികരിക്കുകയില്ല. ഭൂമി നിങ്ങളെ എതിർക്കുകയില്ല. ഭൂമി നിങ്ങൾക്ക് ചുമര് കാണിച്ചു തരും. ഭൂമി നിങ്ങൾക്ക് മുതുകൊടിച്ചു തരും. ആ രീതിയിൽ ഭൂമിയെ നിങ്ങൾക്ക് എളുപ്പവും നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിൽ ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിൽ മെരുക്കവും ഇണക്കവുമാക്കി തന്നിരിക്കുകയാണ്. അതേ ഭൂമിയെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി തകിടുപൊടിയാക്കപ്പെട്ടാൽ, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഉള്ളകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഖനിവസ്തുക്കൾ വെളിയിലേക്ക് തള്ളപ്പെടുകയും ചെയ്താൽ, വഖാലൽ ഇൻസാനു മാ ലഹാ, ഭൂമിയുടെ ഈ കോലം മറിച്ചല് കണ്ടിട്ട് ഭൂമുഖത്ത് ജീവിക്കുന്ന മനുഷ്യൻ പറയുകയും ചെയ്താൽ, മാലഹ, എന്ത് പറ്റിപ്പോയി ഭൂമിക്ക്, എന്ത് പറ്റിപ്പോയി, എന്ത് സംഭവിച്ചു പോയി ഭൂമിക്ക് എന്നവരിങ്ങനെ പറയാനും തുടങ്ങിയാൽ, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അന്നത്തെ ദിവസം ഭൂമിക്ക് പറയാനുള്ളത് ഭൂമി പറയും. ബിഅന്ന റബ്ബക ഔഹാലഹാ, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഭൂമിക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമനുസരിച്ചാണ് അത് സംഭവിച്ചത്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ രീതിയിൽ അള്ളാഹുവിന്റെ കൺട്രോളിൽ നിർത്തിയിരിക്കുകയാണ് കംപ്ലീറ്റ്. അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഉദാഹരണം പറഞ്ഞത്. ആകാശത്തിന്റെ കാര്യം എടുക്കീൻ, സൂര്യന്റെ കാര്യം എടുക്കീൻ, നക്ഷത്രങ്ങളെ കാര്യം എടുക്കീൻ, ചന്ദ്രന്റെ കാര്യം എടുക്കീൻ, സമുദ്രത്തിലെ തിരമാലകളെ കാര്യം എടുക്കീൻ, പർവ്വതങ്ങളുടെയും അതിന്റെ കൊടുമുടികളുടെയും കാര്യം എടുക്കീൻ, മരുഭൂമികളുടെ കാര്യം എടുക്കീൻ, ഏതേത് കാര്യം എടുക്കീൻ, വലിയ 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 ജീവികൾ മുതൽ പരമാണുക്കൾ, ദർറ മുതൽ അങ്ങോട്ടുള്ള ഏത് ജീവികൾ എടുക്കീൻ, കംപ്ലീറ്റ് അള്ളാഹു അവന്റെ കബളത്തിൽ നിർത്തിയിരിക്കുകയാണ്. അവന്റെ കയ്യിൽ ഒതുക്കി പിടിച്ചിരിക്കുകയാണ്. അവന്റെ കൺട്രോളിൽ നിന്നൊരു പോയിന്റ് നീങ്ങുകയില്ല. അതേ അവസരത്തിൽ അല്ലാഹു തആല അവന്റെ വഹദാനിയത്തെ ചർച്ച ചെയ്യാൻ വിട്ടുകൊടുത്തിരിക്കുന്ന ഏക സൃഷ്ടി അൽ ഇൻസാൻ, മനുഷ്യനാണ്. സമയത്രേ ശരി, നിർത്തിയേക്കാം. അള്ളാഹു സമയത്തിലും ഇൽമിലും ബർക്കത്ത് ചെയ്തു തരട്ടെ. അമൽ ചെയ്യാൻ വലിയ വലിയ തൗഫീഖ് അള്ളാഹു നസീബാക്കി തരികയും ചെയ്യണം. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ചരിത്രത്തില് അല്ലാഹു തആല തെരഞ്ഞെടുത്ത ആദ്യത്തെ ഭാഗം എന്താണ്? അൽ ഇൻസാൻ, മനുഷ്യൻ. ആ മനുഷ്യരുമായി ഏറ്റുമുട്ടുന്നതിന് അല്ലാഹു തആല തെരഞ്ഞെടുത്ത രണ്ടാമത്തെ ഭാഗം എന്താ? എന്ത് കളിക്കും രണ്ട് കക്ഷി ഉണ്ടാവുമല്ലോ, അല്ലേ? എന്ത് കാര്യത്തിനും ഉണ്ടാവും. ദ്വിമുഖം എന്നാ പറയാ. ദ്വിമുഖം, രണ്ട് ഭാഗം. ഏത് കാര്യം എടുത്തു നോക്കി, അള്ളാഹു അല്ലാത്ത ഏത് വിഷയം എടുത്തു നോക്കിയാലും അത് രണ്ട് മുഖം ഉണ്ടാവും. അള്ളാഹു മാത്രമേ വഹദാനിയത്തിൽ നിൽക്കുകയുള്ളൂ. ബാക്കി എല്ലാ കാര്യവും രണ്ട് മുഖം ഉണ്ടാവും.
പ്രപഞ്ചത്തിന്റെ ദ്വിമുഖാവസ്ഥ എന്താണ്, അതിനെപ്പറ്റിയൊക്കെ പറയേണ്ടത് എനിക്കറിയില്ല, അത്രയൊക്കെ അറിയുള്ളൂ എനിക്ക്. ഈ രണ്ടവസ്ഥയിൽ അല്ലാഹു തആല തെരഞ്ഞെടുത്ത ആദ്യത്തെ കളിക്കാർ രണ്ട് കളിക്കാരാണ്. ഒരു ഭാഗത്തുള്ളത് അൽ ഇൻസാൻ. ഞാൻ പറഞ്ഞല്ലോ ജിന്നുകളുടെ അവസ്ഥ, അവർ അല്ലാഹു തആല വേണ്ടാന്ന് വെച്ചു, ചർച്ചയിലേ ഇല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചർച്ചയിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപത്തിൽ ജിന്നുകൾ ചർച്ചയില്ല. നൂഹിന് പിന്നെ ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചർച്ചയിൽ ജിന്ന് ചർച്ചയില്ല. ബഹുമാനപ്പെട്ട ഇദ്രീസ് നബിന്റെ ചർച്ചയിൽ ജിന്ന് ചർച്ചയില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ ഇസ്ലാമിൽ ജിന്ന് ചർച്ചയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ ജിന്ന് ചർച്ചയില്ല. ജിന്ന് ചർച്ചയിൽ വന്ന ഏക സൃഷ്ടി ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമാണ്. അതിന്റെ തുടക്കവും അവസാനവും രണ്ടും അവിടെ ഉണ്ടായി. എന്താണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്? ഇനി ഒരിക്കലും ഒരാൾക്കും പിടുത്തം കിട്ടാത്ത രീതിയിൽ ഇവന്മാരെ നീ ഒതുക്കി തരണേ അല്ലാഹുവേ. അത് മുഹമ്മദ് റസൂൽ പറയുകയും ചെയ്തു മക്ക മദീനയിൽ വെച്ച്. ഒരു ദിവസം റസൂൽ ഞങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വലത്തെ കൈ കെട്ടിടത്ത് ഇളക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ സ്വഹീഹാക്കിയിട്ടുണ്ട് സിൽസിലയിൽ ഈ കാര്യം. മുറുക്ക പിടിച്ചു റസൂൽ. നിസ്കാരം കഴിയുന്നത് വരെ പിടിച്ചു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സഹാബാക്കൾ ചോദിച്ചു, ഞങ്ങളും പിടിക്കട്ടെ. അങ്ങനെയാണ് സഹാബാക്കൾ, അങ്ങനെയാണ് സഹാബാക്കളുടെ രീതി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായത്തിന്റെ കുടുക്കച്ചിട്ട് വന്നാൽ എന്തിനാ കുടുക്കച്ചിട്ടും ചോദിക്കൂല, അപ്പൊ തന്നെ സഹാബാക്കൾ കുടുക്കച്ചിടലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോതിരം മാറ്റിയ അപ്പൊ തന്നെ സഹാബാക്കൾ മാറ്റലായി. അതാണ് സഹാബാക്കൾ. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് എന്തിനായിരിക്കും മുഹമ്മദ് ആ മോതിരം മാറ്റിയിട്ടുണ്ടാകാൻ ഞാനൊന്ന് ഗവേഷണം ചെയ്ത് നോക്കട്ടെ. ഗവേഷണത്തിൽ ശരിയായ ഞാനും മാറ്റും, ഇല്ലേ അത് എന്തെങ്കിലും ഒക്കെ ആലോചിച്ചിട്ട് ചെയ്യേണ്ട കേസാണ്. അതിന്റെ നമ്മൾ പരാജയം. നമ്മളെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമാലിന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നം പരിഹരിക്കാതെ പോയത് അതുകൊണ്ടാണ്. മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നം ഇസ്ലാമിന്റെ ഡ്രസ്സിൽ പരിഗണിക്കണമെങ്കിൽ ആകാശത്തിന്റെ തീരുമാനം അനുകൂലമാകണം. ആകാശത്തിന്റെ തീരുമാനം അനുകൂലമാകാൻ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്ന് ഈമാൻ, മറ്റേത് അമാൽ. ഈമാനും അമാലും സംയോജിപ്പിച്ചുകൊണ്ട് ആകാശ തീരുമാനം അനുകൂലമാക്കിയെടുക്കാത്ത കാലത്തോളം വല്ലാഹി ഭൂലോകത്ത് മുസ്ലിം പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ അഡ്രസ്സിൽ പ്രശ്നം നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ അഡ്രസ്സിൽ സംസാരിക്കുക. അപ്പം ജൂതനെ പോലെ ക്രിസ്ത്യാനിയെ പോലെ അള്ളാഹു ജൂതന്മാർക്ക് ചെയ്തു കൊടുക്കുന്ന പോലെ, ക്രിസ്ത്യാനികൾക്ക് ചെയ്തു കൊടുക്കുന്ന പോലെ, ഹിന്ദുക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന പോലെ, മൻമോഹൻ സിംഗിന് ചെയ്തു കൊടുക്കുന്ന പോലെ, പിന്നെ മറ്റേ അച്ഛൻ്റെ പേരെന്താന്ന് ഇപ്പം ഗുജറാത്തിലെ മോഡിക്ക് ചെയ്തു കൊടുക്കുന്നത് പോലെ, ഒബാമക്ക് ചെയ്തു കൊടുക്കുന്ന പോലെ, പുട്ടിന് ചെയ്തു കൊടുക്കുന്നത് പോലെ, ഷാറൂണ് ചെയ്തു കൊടുക്കുന്ന പോലെ, ഉമ്മൻചാണ്ടിക്ക് ചെയ്തു കൊടുക്കുന്ന പോലെ, അച്യുതാനന്ദന് ചെയ്തു കൊടുക്കുന്ന പോലെ മുസ്ലിങ്ങൾക്കും ചെയ്തു കിട്ടും. അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ, അത് ഇൻസാനിയത്തിന്റെ അഡ്രസ്സിലാണ്. ഒരു മനുഷ്യൻ എന്ന അഡ്രസ്സിൽ കിട്ടുന്നതെല്ലാം കിട്ടും. ഇസ്ലാമിന്റെ അഡ്രസ്സിലാണോ സംസാരിക്കുന്നത് എങ്കിൽ ആകാശത്തിന് തീരുമാനം അനുകൂലമാക്കിയെടുക്കണം. അത് ജൂതൻ വിടുകയും ചെയ്യില്ല. ജൂതന്റെ ലക്ഷ്യം എന്താണ്? മുസ്ലിമീങ്ങൾക്ക് ആകാശവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം. ആകാശബന്ധം വിച്ഛേദിക്കപ്പെടുന്ന കാലത്തോളം മുസ്ലിമീങ്ങൾ മുഹമ്മദ് മുസ്തഫ പറഞ്ഞ യാഥാർത്ഥ്യമാണ്. മലവെള്ളത്തിൽ ഒലിച്ചു വന്ന ചണ്ടികൾ, ആർക്കും എന്തും ചെയ്യാം. അതുകൊണ്ട് പടിഞ്ഞാറുകാരൻ മുസ്ലിമീങ്ങൾ എന്ത് കാണുന്നു? ഇറച്ചി കഷ്ണം ഇട്ട് കൊടുത്തിട്ട് രണ്ട് വിരലോണ്ട് ചൊട്ടിയ കൊടിച്ചിപ്പട്ടി വാലുവാട്ടി വരുന്നത് പോലെ ഭൂലോകത്തുള്ള 300 കോടി മുസ്ലിമീങ്ങളെ കൊടിച്ചിപ്പട്ടിയെ പോലെ മുട്ടിയിട്ട് വിളിപ്പിക്കാം എന്ന് പടിഞ്ഞാറുകാരൻ അറിയാം. എന്തുകൊണ്ട്? ഇവൻ ആകാശവുമായിട്ട് ബന്ധം വിച്ഛേദിക്കപ്പെട്ടവനാണ്. മുസ്ലിം ഉമ്മ ആകാശബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ വല്ലാഹി ഭൂമിയിൽ ആരുമായിട്ടുള്ള ബന്ധവും ശരിയാക്കാൻ എനിക്ക് സാധിക്കുകയില്ല. കാരണം മുസ്ലിം ഉമ്മ ഷഹാദത്ത് പ്രഖ്യാപിച്ചവനാണ്, മറ്റുള്ളവരാരും ഷഹാദത്ത് പ്രഖ്യാപിച്ചവരല്ല. ഷഹാദത്തിന്റെ ബന്ധം ആകാശവുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആകാശബന്ധം ക്ലിയറാക്കാത്ത കാലത്തോളം മുസ്ലിം പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. സമ്പത്ത് മുസ്ലിം പ്രശ്നത്തിന് പരിഹാരമല്ല, രാഷ്ട്രീയം മുസ്ലിം പ്രശ്നത്തിന് പരിഹാരമല്ല. പിന്നൊരു കാര്യം പറയാറുണ്ട്, ഐക്യം. എന്തോ ഐക്യം? എന്താണ് ഐക്യം? ജൂതന്റെ സൃഷ്ടിയാണ് ഈ ഐക്യപ്രസംഗം. ജൂതന്റെ താല്പര്യത്തിൽപ്പെട്ടതാണ് ഈ ഐക്യപ്രസംഗം. മുസ്ലിമീങ്ങളെ മുഴുവനും ഐക്യത്തിലാക്കിയാൽ ഇസ്ലാമും മരിക്കുമെന്ന് ജൂതൻ അറിയാം. അതുകൊണ്ട് തന്നെ ഷിയാക്കളെ വെച്ചുകൊണ്ട് ഐക്യം കളിക്കുകയാണ് ജൂതൻ. മുസ്ലിം ഉമ്മത്ത് ഐക്യത്തിൽ വന്നാൽ സ്വാഭാവികമായിട്ടും കിതാബും സുന്നത്തും ഉലിവെക്കും, അത് അലമാറയിൽ വെക്കും. പണ്ടാരോ പറഞ്ഞതുപോലെ അങ്ങാടിയിൽ പാരായണം ചെയ്തിട്ട് നിയമം നടപ്പിലാക്കേണ്ട ഖുർആൻ കബറും പുറത്ത് ഓതേണ്ടതും കബറും പുറത്ത് മറമാടേണ്ട ഗ്രന്ഥങ്ങൾ അങ്ങാടികൾ ചർച്ചയ്ക്ക് വരികയും ചെയ്ത കാലം എന്ത് ഈ സമൂഹത്തിന്റെ പതനത്തെ പറ്റി ആരോ പറഞ്ഞിട്ടുണ്ട് പണ്ട്. ഇതേപോലെ എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഐക്യത്തിലൂടെ ലോകം കാണുന്ന എന്താണ്? ഏത് വിഷയത്തിലുള്ള ഐക്യം? തൗഹീദിലുള്ള ഐക്യമാണോ? ഈമാനിലുള്ള ഐക്യമാണോ? അഅ്മാലുള്ള ഐക്യമാണോ? നമുക്ക് മനസ്സിലാകുന്നില്ല ഐക്യത്തിന്റെ പേരിൽ എന്താണെന്ന്. എന്നിട്ട്
സമൂഹത്തിൽ അഷ്റഫുൽ ഖൽക്കിന്റെ തൊട്ട് പിറകത്തെ കാലം മുതൽ ഇന്ന് വരെ ദീനുൽ ഇസ്ലാമിനെ കുഴിച്ച് മൂടിക്കൊന്ന് പൗരോഹിത്യത്തിന്റെ വായിലിട്ട് കൊടുത്ത് ഭരണകൂടത്തിന് ഏതുണ്ടാക്കിക്കൊടുത്ത ഷിയാ വിഭാഗത്തെ കൂട്ടുപിടിച്ച് അവരെയും കൂടി കൂട്ടിയിരുത്തിയിട്ട് നമുക്കെല്ലാം ഒന്നാകാം എന്ന ചിന്താഗതി വല്ലാഹി ജൂദായിസമാണ്. അങ്ങനെ ഒരു ഐക്യം മുസ്ലിം ഉമ്മത്തിന് നടക്കുകയില്ല. അങ്ങനെ ഐക്യത്തെ പറ്റി ആരും സംസാരിക്കുകയും ചെയ്യണ്ട. അങ്ങനെ ഐക്യം ഇസ്ലാമിൽ ഇല്ല. ദീനുൽ ഇസ്ലാമിന്റെ ഐക്യം വഅതസിമു ബിഹബ്ലില്ല. എന്താണ് ഹബ്ലില്ല? അത്തൗഹീദുലില്ല. അതിന് മാത്രമേ ഐക്യപ്പെടാൻ പറ്റുകയുള്ളൂ. എന്താണ് മധ്യകാലഘട്ടത്തിൽ ചരിത്രത്തിൽ സംഭവിച്ചത്? എന്താണ് ജൂതന്മാർ ശാക്ല വെച്ചുകൊണ്ട് കളിച്ചത്? ജമാലുദ്ദീൻ അഫ്ഗാനിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതുപോലെ. ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് പറഞ്ഞ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഷിയ ചിന്താഗതിക്കാരനാണ്. ഷിയ മദ്രസയിൽ വെച്ച് പഠിച്ചു വന്ന ആളാ. അയാളെ കൊണ്ട് ഈജിപ്ത് കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു ഐക്യം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി മെനക്കെട്ടതിന്റെ ബുദ്ധി എന്താണ് സുഹൃത്തുക്കളെ ആ ബുദ്ധി? ഷിയാക്കളും മുഅ്തസിലിയാക്കളും റാഫിലിയാക്കളും കുബൂരിയാക്കളും മുബ്തദികളും ഫാസിക്കുകളും ഫാജിറുകളും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഐക്യത്തിന്റെ പേരിൽ ആദ്യം കറാഹത്ത് ബലഹീനമാക്കപ്പെടും. ക്രമേണ ഹറാമിലേക്ക് കടക്കും. ഹറാമ് മയമാക്കപ്പെടും. ക്രമേണ ബിദ്അത്തിലേക്ക് കടക്കും. ബിദ്അത്ത് മയമാക്കപ്പെടും. ക്രമേണ ഷിർക്കുൽ അസ്ഗറിലേക്ക് കടക്കും. ക്രമേണ ഷിർക്കുൽ അസ്ഗർ വലിയൊരു വിഷയമല്ല എന്നുള്ള രീതിയിലാവും. പിന്നെ അത് ഷിർക്കുൽ അക്ബറിലേക്ക് എത്തും. അതും വലിയ വിഷയമല്ലാന്നാവും. പിന്നെ കുഫറിലേക്ക് എത്തും. അതൊക്കെ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയല്ലേ നടക്കുള്ളൂ എന്നാവും. പിന്നെ ദീനും ഇസ്ലാമും എല്ലാം മരിച്ചതിന് ശേഷം കബറിന്റെ നീളളക്കുന്ന കാര്യത്തിലും കഫൻ തുണി മൂടുന്ന കാര്യത്തിലും മുങ്കർ നക്കിന്റെ ദണ്ടിന്റെ തൂക്കം നോക്കുന്ന വിഷയത്തിന് മാത്രമാകും. ബാക്കിയുള്ള കാര്യത്തിലെല്ലാം ഐക്യത്തിന് വിട്ടുവീഴ്ചകളും മറ്റ് സംവിധാനങ്ങളും ആകും. അപ്പോൾ 1835 പടിഞ്ഞാറുകാരൻ സൊസൈറ്റി ആക്ട് ഉണ്ടാക്കിയതുപോലെ ആ ആക്ട് അനുസരിച്ച് ഭൂരിപക്ഷ ന്യൂനപക്ഷം നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കലാകും. അതോടുകൂടി ദീനുൽ ഇസ്ലാം മരിക്കും. അപ്പം ദജ്ജാലിന് വരാനുള്ള അവസരം ജൂതന്മാർക്ക് അനുകൂലമായി കിട്ടും. മധ്യ കേരളത്തിൽ ഒരു ഉത്സവം നടക്കുന്ന പള്ളിയുണ്ട്. നാട്ടിന്റെ പേരെന്ന് പറഞ്ഞില്ല. ചിലപ്പോൾ ആ നാട്ടുകാരുണ്ടെങ്കിൽ അവരെ മനസ്സിനെന്തിനാ ഞാൻ നോവിക്കുന്ന വല്ല ആവശ്യമില്ലാണ്ട്. നല്ലത് പറഞ്ഞാലേ ആൾക്കാർക്ക് സന്തോഷമുള്ളൂ. അല്ലാത്തത് പറഞ്ഞാൽ ഉള്ളതാണെങ്കിലും പണ്ടൊക്കെ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് കള്ളുകൂടിയന്മാരായ ഉപ്പമാര് വന്നിട്ട് പറയും, കള്ളും കുടിച്ചിട്ടാ വന്നിട്ട് പറയാ, ഉസ്താദേ ഞാനോ ഇങ്ങനെയായി, എന്നെ മോനെങ്കിലും ഒന്ന് നന്നായി കിട്ടണം ഉസ്താദേ എന്ന് പറയാനുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞാനോ ഇങ്ങനെയായി, എന്റെ മോനൊക്കെ ഒന്ന് നന്നാവണമെന്ന് കള്ളും കുടിച്ചിട്ടാ വന്നിട്ട് പറയാ. എന്നുവെച്ചാൽ കള്ളുകൂടിയനും അറിയാം ഇത് മോശമാണെന്ന്. അവനും അറിയാം ഇത് മോശമാണ്, എൻ്റെ മക്കൾ ഇങ്ങനെ ആവാൻ പാടില്ല എന്ന്. എൻ്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല എന്ന്. പക്ഷെ എന്താ ചെയ്യാൻ പറ്റുക? മധ്യ കേരളത്തിലെ ആ ഉത്സവം നടക്കുന്ന പള്ളി, ആനകൾക്കാണ് ആ ഉത്സവത്തിന് മെജോറിറ്റി. മകരം 1-ാം തീയതിയാണ് ഉത്സവത്തിന് കൊടിയുയർത്തിയ പള്ളിയിൽ, ഏതൊരു വലിയന്റെ പേരിലാണ്. മകരം 1-ാം തീയതി എപ്പോഴും ശനിയാഴ്ച ഞായറാഴ്ച ആയിക്കൊള്ളുന്നില്ലല്ലോ. മകരം 1-ാം തീയതി ഉച്ചക്ക് 1 മണിക്കാണ് മുഹൂർത്തം. ആ സമയത്ത് കഴുകൻ വന്നിട്ട് ആകാശത്തിൽ പറക്കും അത്രേ. ആ സമയത്ത് കൊടിയുയർത്തണം. അഥവാ കൃത്യസമയത്ത് കൊടി ഉയർത്തിയിട്ടില്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് വബ ഇറങ്ങും. കാരണം തങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. തങ്ങൾക്ക് ദേഷ്യം പിടിച്ചാൽ തങ്ങൾ ചെയ്യുന്ന ജോലി എന്തായിരിക്കും? ആകാശത്ത് നിന്ന് വബ ഇറക്കും. കാരണം കൺട്രോൾ കംപ്ലീറ്റ് തങ്ങളുടെ കയ്യിലാണല്ലോ. അതിനൊക്കെ വലിയ കഥ വേറെയുണ്ട്, പറഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ കലാക്ക് ഒരു കൊല്ലം വെള്ളിയാഴ്ചയാണ് മകരം 1-ാം തീയതി വന്നത്. വെള്ളിയാഴ്ച 1 മണിക്ക്, മകരം 1-ാം തീയതി വെള്ളിയാഴ്ച 1 മണിക്ക് കൊടി ഉയർത്തണം. പ്രശ്നമായി. അപ്പൊ ജുമായോ? അപ്പൊ ജുമാ നടത്തണോ അതാ കൊടി ഉയർത്തണോ? ജുമാ നടത്തിയിട്ട് കൊടി ഉയർത്തിയാൽ മതിയോ, കൊടി ഉയർത്തിയിട്ട് ജുമാ നടത്തിയാൽ മതിയോ? പ്രശ്നമായി. നാട്ടിൽ ബഹളമായി. കാരണവന്മാര് തമ്മിൽ അഭിപ്രായ വ്യത്യാസമായി. സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടുന്ന പള്ളിയാണ്. 3/2 ഭൂരിപക്ഷം ഉണ്ടായാൽ ഏത് ഹറാമോ ഹലാലാക്കാം, ഏത് ഹലാലോ ഹറാമാക്കാം. ജനറൽ ബോഡി വിളിച്ചു. ജനറൽ ബോഡിയിൽ ഭയങ്കരമായ വാഗ്വാദങ്ങളും അഭിപ്രായം. വോട്ടെടുപ്പ് നടന്നു. വോട്ടെടുപ്പിൽ 3/2 ഭൂരിപക്ഷം ജുമാ നിർത്തിവെക്കാൻ വേണ്ടി തീരുമാനമായി. അങ്ങനെ ജുമാ 3 മണിക്കേക്ക് നീട്ടിവെച്ചു. 1 മണിക്ക് കൃത്യമായിട്ട് കൊടി ഉയർത്തി. നമ്മുടെ നാട്ടില് ഏത് നാടാന്ന് ചോദിക്കേണ്ട, ഞാൻ പറയില്ല. ബഹുമാനമുള്ള സുഹൃത്തുക്കൾ, അതിനുവേണ്ടി തന്നെയാണ് അവൻ സൊസൈറ്റി ആക്ട് ഉണ്ടാക്കിയത്. ഈ ഉമ്മത്ത് മെഹ്റാബിന്റെ ഉള്ളിലും മിമ്പറിന്റെ ഉള്ളിലും അടിപിടി കൂടണം, രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാൻ ഈ ആക്ട് നല്ലതാണെന്ന് എനിക്കറിയാം. തുടക്കത്തിൽ നല്ല രസമായി തോന്നും.
ഭൂരിപക്ഷം ന്യൂനപക്ഷം നോക്കിയിട്ട് ഭരണഘടനന്റെ വകുപ്പ് വെച്ചിട്ട് കീറിയിട്ട് സ്വാതന്ത്ര്യം വയ്ക്കുമ്പോൾ ഇത് ക്രമേണ മേറാബിലും മിമ്പറിലും എത്തുന്ന എനിക്കറിയാം, എത്തിക്കഴിഞ്ഞില്ലേ? എന്താ സംശയങ്ങൾക്ക് കാര്യത്തില്? ചുരുക്കി പറഞ്ഞാൽ ആകാശവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് കളയലാണ് മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വഴി. ആകാശബന്ധം വിച്ഛേദിക്കാനുള്ള വഴി എന്താണ്? ഇവന്റെ ഷഹാദത്തിന് വെള്ളം ചേർക്കലാണ്. ഏത് ഷഹാദത്ത്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഈ രണ്ട് ഷഹാദത്തിൽ വെള്ളം ചേർക്കലാണ് ഏറ്റവും നല്ല വഴി. അത് വെള്ളം ചേർക്കാനുള്ള വഴി എന്താ? ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഈ ഉമ്മത്തിനെ മാറ്റി നിർത്തുക. എന്നിട്ട് ആറാഉൽ മശായിഖ്, മശായിഖുകളുടെ അഭിപ്രായത്തിലേക്കും സൂഫി ചിന്താഗതികളിലേക്കും അതേപോലെയുള്ള മറ്റ് ആത്മീയ ധാരകളിലേക്കും ഈ ഉമ്മത്തിനെ മെല്ലെ മെല്ലെ നയിക്കൊണ്ടു പോവുക. അതിനുള്ള വഴി എന്താ? ഐക്യത്തിന്റെ പേര് പറഞ്ഞിട്ട് ഒന്നിച്ചിട്ട് ചായ കുടിച്ച് പിരിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഖുർആനും സുന്നത്തും സ്വകാര്യവൽക്കരിക്കപ്പെടും. അങ്ങനെ തന്നെയാണല്ലോ ഖുർആൻ മക്ബറയിൽ ചാമോത്തോതാൻ വിധിക്കപ്പെട്ടതും. അതേ അവസരത്തിൽ പള്ളികളിൽ കഥാപ്രസംഗങ്ങളും പാട്ട് കച്ചേരികളും ഗാനമേളകളും നടന്നതും അല്ലേ? നിങ്ങൾ ആലോചിക്കും, എന്താ ഇതിന്റെ ഗൗരവം ആലോചിക്കാത്ത നിങ്ങൾ? മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരണം. അപ്പോൾ ഒന്നാമത്തെ കക്ഷിയായിട്ട് അള്ളാഹു താല ഈ ചരിത്രസന്ധിയിൽ നിശ്ചയിച്ചത് ഇൻസാനെയാണ്, മനുഷ്യനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രീതിയിൽ സഹാബാക്കൾ ഇത് കണ്ടപ്പോൾ സഹാബാക്കൾ റളിയല്ലാഹു തആല നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്താ സംഭവിച്ചത്? ഞങ്ങളും അങ്ങനെ ചെയ്യണോ? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വേണ്ട, ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശൈത്താൻ എന്റെ മുന്നിലൂടെ പോയി, ഞാൻ അവനെ പിടിച്ചു, ഫഖനഖ്തുഹു, ഞാൻ അവന്റെ കുരളിനാണ് പിടിച്ചത്. അപ്പോൾ അവന്റെ നാവ് പുറത്തേക്ക് വന്നു, അവന്റെ വായിൽ നിന്ന് കേല എന്റെ കയ്യിലൊളിച്ച് തണുപ്പെനിക്ക് അനുഭവപ്പെട്ടു. ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയുമായിട്ടൊരു കരാറ് നടന്നിട്ട്, എന്റെ സഹോദരൻ സുലൈമാനുമായിട്ടൊരു കരാറ് നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അവനെ ഞാൻ മദീന പള്ളിയുടെ തൂണിൽ ബന്ധിക്കുകയും ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുകയും ചെയ്യട്ടെയായിരുന്നു. പക്ഷേ മനുഷ്യ സമൂഹത്തിന്റെ കയ്യിൽ ശൈത്താനെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല, ജിന്നിനെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അത് സുലൈമാൻ നബിന്റെ കാലഘട്ടം മുതലേ ക്ലോസ് ചെയ്ത അധ്യായമാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് സഹിയാക്കിയിട്ടുണ്ട് സിൽസിലയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്ന തൗഹീദിന്റെ വിഷയത്തില് അള്ളാഹു ചരിത്രത്തിൽ തുടക്കത്തിൽ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ജിന്ന് സമൂഹത്തിന്റെ അസ്തിത്വത്തെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അങ്ങനെയാണ്. അവരതിന് കൊള്ളൂല എന്ന് കണ്ടപ്പോൾ, ഈ അമാനത്ത് ഏറ്റെടുക്കാൻ അവർ കൊള്ളൂല എന്ന് കണ്ടപ്പോൾ അവരെ ഇല്ലാതാക്കി തീർക്കുകയാണ് ചെയ്തത്. മനുഷ്യൻ എന്ന സൃഷ്ടിയിൽ ഈ ഒരു മത്സരം നടക്കണമെങ്കിൽ, ഈ ഒരു ഇബ്തില പരീക്ഷണം നടക്കണമെങ്കിൽ, ഈ ഒരു പരസ്പരം എന്താണ് തനാഫുസ്? പരസ്പര മത്സരം. അതിനാണ് തനാഫുസ് എന്ന് പറയുക. പരസ്പരം മത്സരിക്കുക, ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പിൽ എത്ര എന്നുള്ളത്. അതാണ് ഫീദാലിക്ക, സ്വർഗവുമായിട്ട് ആഖിറവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കണം നിങ്ങളെ തനാഫുസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. അപ്പൊ ഈ രീതിയിൽ മനുഷ്യനെ മത്സരിപ്പിക്കണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു എതിർകക്ഷി വേണം. ആ എതിർകക്ഷി മനുഷ്യരിൽ നിന്നായില്ല. എന്തുകൊണ്ട്? ഇക്റാമിന്റെ ഉടമയാണ് മനുഷ്യൻ. അതിന് അല്ലാഹു തആല ജിന്നിൽ നിന്ന് ഒരുത്തനെ ബാക്കിയാക്കി ആ എതിർകക്ഷിയായിട്ട് അവനെയാണ് അല്ലാഹു തആല പിന്നീട് ഇബ്ലീസാക്കിയത്. സൂറത്തുൽ ബഖറ. തൗഹീദിന്റെ ചരിത്ര സാക്ഷ്യത്തിൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ മത്സരത്തിൽ ആർക്കാണ് ജയിക്കാൻ പറ്റുക എന്ന് തീരുമാനമെടുക്കുക. അപ്പോൾ അൽ ഇൻസാൻ ഒരു പക്ഷത്ത്, മറുപക്ഷത്ത് അല്ലാഹു തആല വെച്ചത് അൽ ഇസ്ലാം. മറുപക്ഷത്ത് അല്ലാഹു തആല വെച്ചത് അൽ ഇസ്ലാം, ഇസ്ലാമിനെയാണ് മറുപക്ഷത്ത് വെച്ചത്. ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ടാണ് അല്ലാഹു തആല ചരിത്രം നിർമ്മിക്കുന്നത്. വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം, അഥവാ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ചരിത്രം ഇന്നലകളിൽ കടന്നു വന്ന ചരിത്ര രേഖകൾ നിങ്ങൾ പഠനവിധേയമാക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ് ആ കാര്യം? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ജനം മാലോകര് മുഴുവനും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, അവര് മുഴുവനും നാശമടഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ചരിത്രത്തിൽ നീണ്ടു നിവർന്ന് നടക്കാൻ സാധിച്ചത് 4 ഗുണങ്ങളുള്ളവർക്ക് മാത്രമാണ് എന്നും ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ 4 ഗുണം എന്തൊക്കെയാണ്? ഇല്ലല്ലദീന ആമനു, ആധിപത്യം അല്ലാഹു തആലക്ക് മാത്രം എന്ന് പ്രഖ്യാപിച്ചവർ, വഅമിലുസ് സാലിഹാത്തി, നായകത്വം പ്രവാചകന് മാത്രമാണെന്ന് അംഗീകരിച്ചവർ, വതവാസൗ ബിൽ ഹഖ്, അതാണ് സത്യം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവർ, വതവാസൗ ബിസ്സബ്ർ, ആ സത്യം വിളിച്ചു പറയുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ അഖിലവും ഏറ്റെടുക്കാൻ ലോകത്തോട് ആഹ്വാനം ചെയ്തവർ. അല്ലാഹു അക്ബർ.
അതാണ് ചരിത്രത്തിന്റെ 4 സാക്ഷ്യം. പരമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അൽ ഇൻസാനിനെയും അൽ ഇസ്ലാമിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് ചരിത്രരേഖ കഴിഞ്ഞുപോയ സമൂഹത്തിൽ നിന്ന് പുതിയ സമൂഹത്തിലേക്ക്, തലമുറകളിലേക്ക് കൈമാറുമ്പോൾ അല്ലാഹു തആലക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു മഖ്സദുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിൽ ഒരു പോയിന്റ് അല്ലാഹു തആല നീങ്ങാറില്ല. അന്നും നീങ്ങിയിട്ടില്ല, ഇന്നും നീങ്ങുന്നില്ല, ഇനി അങ്ങോട്ട് നീങ്ങുന്ന പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ തൗഹീദിന്റെ വചനം അൽ ഇൻസാന്റെയും അൽ ഇസ്ലാമിന്റെയും ഇടയിൽ ചരിത്ര യാഥാർത്ഥ്യമായി മാറുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കലാണ് നാം ഉദ്ദേശിക്കുന്ന കാര്യം. തൗഹീദിന്റെ ചരിത്ര സാക്ഷ്യം എന്തുകൊണ്ട് നാം ഉദ്ദേശിക്കുന്ന അതാണ്. ഇച്ചിരി വ്യാഖ്യാനം കൂടി, കുഴപ്പമില്ല. അല്ലാഹു തആല സമയത്തിലും ഇൽമിലും ബർക്കത്ത് ചെയ്ത് തരട്ടെ. വളരെ ശക്തവും തീവ്രവുമായ ഈമാനിന്റെ ഹൃദയം ഉണ്ടാക്കിയെടുക്കണം മരിക്കുന്നതിന് 2-3 ദിവസം മുമ്പ് വരെയെങ്കിലും. അതാണ് നമ്മുടെ ആവശ്യം. പെട്ടെന്ന് ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ട് അവിടെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന സാധനമല്ല ഇത്. അൽ ഈമാൻ യസീദു വയൻഖുസ്, കൂടുകയും കുറയുകയും ചെയ്യും. കുറഞ്ഞു കുറഞ്ഞ് 0-ലെത്താം, കൂടി മലക്കുകൾക്ക് അപ്പുറത്തെത്താം. ഈമാൻ കൂടി മലക്കുകൾക്കും അപ്പുറത്തെത്താം. അത് ഇക്റാമിന്റെ ഭാഗമാണ്. അതുകൊണ്ട് കൂടാനുള്ള ശ്രമം തന്നെയായിരിക്കണം ഉണ്ടാവേണ്ടത്. മതി എന്ന് തോന്നിയാൽ വല്ലാഹി അത് കുറയാനാണ് തുടങ്ങുക. മതി എന്നിടത്ത് നിൽക്കൂല, അത് പിന്നെ കുറയാണ് ചെയ്യുക. ആ രീതിയിൽ അതിനെ എന്താണ് പറയുക, കമ്പവലി പോലെ അങ്ങോട്ടുള്ള ആളും വലിക്കും, ഇങ്ങോട്ടുള്ള ആളും വലിക്കും. ഒരു പോയിന്റ് എങ്ങോട്ടാണോ പോകുന്നത് അവൻ ജയിക്കും. അങ്ങനെയാണല്ലോ സാധാരണ. എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, ഈ വിഷയത്തിനും അത് തന്നെയാണ്. ഒരു സംഭവം റസൂലുള്ളാഹി വിശദീകരിച്ചു തന്നിട്ടുണ്ടല്ലോ. 99 ആളെ കൊന്ന്, എന്നിട്ട് 100ാമത്തെ ആളെയും കൊന്നിട്ട് പോയ ഒരാളെ കഥ. അതന്നെ ഒരു തരം കമ്പവലി തന്നെയാണ്. തീർച്ചയായും അത് തന്നെയാണ് സംഭവം. അപ്പൊ പലതും വരും, മറുപക്ഷത്തെ കളി വിജയിപ്പിക്കാൻ പലതും വരും, പല രീതിയിലും വരും, പല കോലത്തിലും വരും. ആ സമയത്തൊക്കെ അള്ളാഹുവിന്റെ വഹദാനിയത്തിലും പ്രവാചകന്റെ റിസാലത്തിലും കെട്ടുകെട്ടിയുടെ രീതിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഹൃദയത്തിന്റെ സ്വാധീനം വളരെ ശക്തമായിട്ട് വേണം. അതിനുള്ള പരിശ്രമമായിരിക്കണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ മുഖപുര നീട്ടിക്കൂട്ടി പറയാതെ തന്നെ അടുത്ത വ്യാഴാഴ്ച മുതൽ നമുക്ക് വിഷയങ്ങളിലേക്ക് തന്നെ കടന്നു വരാം. എളുപ്പത്തിൽ പറഞ്ഞ് തീർക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരമുള്ളത് പറയാനും അതിൻ്റെ ഉപകാരം നമുക്ക് 2 കൂട്ടക്കാർക്കും കാലതാമസമില്ലാതെ അനുഭവിക്കാനും മരിക്കുന്നതിനു മുമ്പ് ഉടമസ്ഥനെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അല്ലാഹു തആല നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. പ്രകാശിക്കുന്ന ഈമാൻ അല്ലാഹു നമുക്ക് നസീബാക്കി തരട്ടെ. ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ മരിക്കുന്ന നേരത്താക്കി തരട്ടെ. സുന്നത്തും ഫർളുമായ അമലുകളെ കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ താക്കത്തും കുവ്വത്തും ഉള്ളതാക്കി തരട്ടെ. നമ്മുടെ രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വീടുകളിലും ആശുപത്രികളിലും വേദന തിന്ന് കഴിയുന്നവർ, ചെറിയ കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ, അള്ളാഹു അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫയാക്കി കൊടുക്കട്ടെ. അള്ളാഹു അവരിൽ നിന്ന് തിരിച്ചെടുത്ത ആഫിയത്ത് ഔദാര്യപൂർവ്വം മടക്കി കൊടുക്കുകയും മരിക്കുന്നത് വരെ അത് നിലനിർത്തി കൊടുക്കുകയും ചെയ്യട്ടെ. നമുക്കത്തരം രോഗങ്ങളൊന്നും വരാതെ അള്ളാഹു കാക്കുകയും നമുക്ക് അള്ളാഹു ഓശാരമായി തന്ന ഈ ആഫിയത്ത് ഒരു പോറലും ഏൽക്കാതെ മരിക്കുന്നത് വരെ അള്ളാഹു നിലനിർത്തി തരികയും ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയവർ ബർസഖിൻ്റെ ലോകത്താണ്. ചിലർ നല്ല സന്തോഷത്തിൽ അള്ളാഹുവിൻ്റെ പരിസരത്ത് കളിച്ച് ചിരിച്ച് കഴിയുകയാണ്. മറ്റ് ചിലർ അള്ളാഹുവിൽ നിന്ന് വളരെ അകലത്തിൽ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കഴിയുകയാണ്. അള്ളാഹു എല്ലാവരെയും അവൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹുവിൻ്റെ പാർശ്വങ്ങളിലായി സന്തോഷിച്ച് കഴിഞ്ഞുകൂടുന്നവരെ കൂട്ടത്തിൽപ്പെടുത്തി കൊടുക്കട്ടെ. നാം മരിച്ചു കഴിഞ്ഞ് അവരോടൊപ്പം ചെന്ന് ചേർന്നാൽ അവരെയും കൂട്ടി ജന്നത്തുൽ ഫിർദൗസിലെത്താൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ തൗഹീദിൻ്റെ രേഖകൾ സമർപ്പിക്കുകയും അത് അള്ളാഹ്ക്ക് ബോധ്യപ്പെടുകയും അള്ളാഹുവിൻ്റെ അയൽവക്കക്കാരായി അബദുൽ ആബാദ് കാലാകാലം കഴിഞ്ഞുകൂടുന്നവരാകാൻ എന്താണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് മരിക്കുന്നതിനു മുമ്പ് അള്ളാഹു അവൻ്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രം നമുക്കത് പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം
وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته